ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു വൺ അനദർ സെഷൻ ഓഫ് കെംഫ്ലിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രാക്ക് HSA 2025 ടോപ്പ് PYQs ഡിസ്കഷൻ ആണ്. മൊഡ്യൂൾ 8 പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് പാർട്ട് 2 ആണ്. മൊഡ്യൂൾ 8 അവിടെ ആൽക്കഹോൾ വരെയുള്ള പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആൽക്കഹോൾസിലാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആണ്. ഇപ്പോൾ നമ്മൾ HSA ഫിസിക്കൽ സയൻസിൻ്റെ ഒരു സീരീസിലാണ്. ഓഗസ്റ്റ് 6 തീയതി എക്സാമിനേഷനാണ്. അതിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസിൽ നിന്നുമുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ റിക്വസ്റ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ ഓക്കെ, വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം വി ഡയറക്ട്ലി മൂവിങ് ടു ദി ക്വസ്റ്റ്യൻ സീരീസ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസിൽ നിന്നുമാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ആൽക്കഹോൾ? താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി ആൽക്കഹോളിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ CH3CH2OH, ഓപ്ഷൻ ബി CH3 twice CHOH, ഓപ്ഷൻ സി CH3OH, ഓപ്ഷൻ ഡി CH3CHOH. അപ്പോൾ അതിന് മുമ്പ് ആദ്യം ഞാൻ പ്രൈമറി എന്താ, സെക്കൻഡറി എന്താ, ടെർഷ്യറി എന്താന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം മറ്റൊരു കാർബൺ ആറ്റവുമായിട്ട് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ് CH2OH, ഇതിനെ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയാം. അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ തന്നെ ഇത്. ഈ കാർബൺ എത്ര കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരെണ്ണത്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് പ്രൈമറി. അതേസമയം എന്താ നോക്കിയേ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മറ്റ് 2 കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? സെക്കൻഡറി ആയിരിക്കും. മറ്റ് 2 കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡറി ആയിരിക്കും. അഗെയിൻ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അതായത് ഇത് വീണ്ടും 3 കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ടെർഷ്യറി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ടെർഷ്യറി ആൽക്കഹോൾ, ഇത് സെക്കൻഡറി ആൽക്കഹോൾ, ഇത് പ്രൈമറി ആൽക്കഹോൾ. നമ്മളോട് ചോദിച്ച ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ആൽക്കഹോൾ എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ദിസ് വൺ ഈസ് ഓൺലി അറ്റാച്ച് ടു 1 കാർബൺ ആറ്റം, സോ ദിസ് ഈസ് എ പ്രൈമറി ആൽക്കഹോൾ. ഓപ്ഷൻ എ ഈസ് എ പ്രൈമറി ആൽക്കഹോൾ. മറ്റത് നോക്കാം, CH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 2 കാർബൺ ആറ്റത്തിനോടാണ്, സോ സെക്കൻഡറി ആൽക്കഹോൾ. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 1 കാർബൺ ആറ്റത്തിനോട് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് മെത്തനോളാണ്. നമ്മളോട് പ്രൈമറി ആൽക്കഹോൾ എന്ന് എടുത്ത് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ മെത്തനോളിനെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അഗെയിൻ CHOH, അതായത് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ കാർബൺ ആറ്റമാണ്. ഈ കാർബൺ ആറ്റം അപ്പുറത്ത് ഒരു CH3 ആയിട്ട് അപ്പുറത്ത് വേറൊരു CH3 ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സോ ഇതും ഒരു സെക്കൻഡറി ആൽക്കഹോളാണ്. സോ എത്തനോൾ ഹാസ് OH ഗ്രൂപ്പ് ഓൺ എ പ്രൈമറി കാർബൺ ആറ്റം. പ്രൈമറി കാർബൺ ആറ്റത്തിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എത്തനോളിൻ്റെ കേസിൽ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: ലൂക്കാസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ്. ലൂക്കാസ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ. ഓപ്ഷൻ ബി ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ. ഓപ്ഷൻ സി ആൽക്കഹോൾ ആൻഡ് ഈതറിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ. ഓപ്ഷൻ ഡി ആൽക്കഹോൾ ആൻഡ് ഫിനോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ. അപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റഡ് HCl പ്ലസ് zinc chloride ZnCl2, which is used to distinguish between primary, secondary and tertiary alcohol. Option A ആണ് correct answer വരുന്നത്. Explanation: tertiary alcohol gives immediate turbidity with Lucas reagent. അപ്പോൾ എങ്ങനെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ tertiary alcohol പെട്ടെന്ന് ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യും, ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. ഇനി സെക്കൻഡറി ആണെങ്കിൽ സ്ലോ ടർബിഡിറ്റി ആയിരിക്കും തരിക. ടർബിഡിറ്റി ഫോം ചെയ്യും, ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പ്രൈമറി ആണെങ്കിൽ വിൽ നോട്ട് റിയാക്ട് വിത്ത് ലൂക്കസ് റിയേജൻറ്റ്, അതായത് ഹീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സം എക്സ്റ്റേണൽ ഫാക്ടർ കൊടുക്കാതെ പ്രൈമറി ആൽക്കഹോൾ നമ്മുടെ ലൂക്കസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോവാം. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് ഗീവ്സ്. ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഹൈഡ്ര, വിച്ച് മീൻസ് റിമൂവൽ ഓഫ് വാട്ടറിനെ റിമൂവ് ചെയ്യുവാണ്. സോ റിമൂവൽ ഓഫ് വാട്ടർ, ആൽക്കഹോളിനെ വാട്ടർ റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കീൻ ആയിരിക്കും. ഓപ്ഷൻ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം: which reagent is used to oxidize primary alcohols to aldehydes?
പ്രൈമറി ആൽക്കഹോൾസിനെ ആൽഡിഹൈഡ്സ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റീഏജൻറ്റ് ഏത്? അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് PCC, KMnO4, HCl, NaBH4. ഇവിടെ NaBH4 എന്ന് പറയുന്ന ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് ആൻസർ. ഇത് കറക്റ്റ് ആൻസർ അല്ല. HCl എന്ന് പറയുന്നത് നമുക്ക് ഓക്സിഡൈസ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനായിട്ടോ HCl മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ല. സോ അതുമല്ല. KMnO4 ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. PCC ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചെന്താ, പ്രൈമറി ആൽക്കഹോൾസിനെ ആൽഡിഹൈഡ്സ്, അതായത് ആൽഡിഹൈഡ്സ് ആക്കി നിർത്തണം. യഥാർത്ഥത്തിൽ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ആൽഡിഹൈഡ് കിട്ടും. ഈ ആൽഡിഹൈഡിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ എന്നാ കിട്ടും? നമുക്ക് കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. അതായത് അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കൊണ്ട് നമ്മൾക്ക് നിർത്തണം. ഓക്കെ, അതായത് നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോളിനെ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആൽഡിഹൈഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വിച്ച് ഈസ് pyridinium chlorochromate. Option A, PCC will be the right answer. PCC is a mild oxidant. It stops at aldehyde stage. Clear ആണോ? അഞ്ചാമത്തെ ചോദ്യം, ഓക്സിഡേഷൻ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ ഗീവ്സ്. സെക്കൻഡറി ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ നടത്തി കഴിയുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഓപ്ഷൻ എ കാർബോക്സിലിക് ആസിഡ്, ഓപ്ഷൻ ബി ആൽഡിഹൈഡ്, ഓപ്ഷൻ സി കീറ്റോൺ, ഓപ്ഷൻ ഡി ഈഥർ. കറക്റ്റ് ആൻസർ സി, കീറ്റോൺ ആണ്. ഓക്സിഡേഷൻ ഓഫ് സെക്കൻഡറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആൽഡിഹൈഡ് ആണ്. പ്രൈമറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഗീവ് ആൽഡിഹൈഡ് RCHO. അതേസമയം സെക്കൻഡറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ ടു ഗീവ് എന്നതാണ്? കീറ്റോൺ ആണ്. യു വിൽ ഗെറ്റ് കീറ്റോൺ. RC double bond O R'. കീറ്റോൺ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following can be prepared by hydroboration oxidation of alkenes? ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ വഴി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ എ ആൽക്കഹോൾ, ഓപ്ഷൻ ബി കീറ്റോൺ, ഓപ്ഷൻ സി ആൽഡിഹൈഡ്, ഓപ്ഷൻ ഡി ഈഥർ. ഇത് ക്ലാസ് 12 കെമിസ്ട്രിയിലെ ആൽക്കഹോൾ, ഫിനോൾ, ഈഥർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു ഏരിയ ആണ് ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്? ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ ആൽക്കഹോൾ. Again, moving to question number 7. Which alcohol show positive iodoform test? ഇത് PYQ ആണ്, ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് iodoform ടെസ്റ്റ് തരുന്ന ആൽക്കഹോൾ ഏതാണ്? ഓപ്ഷൻ എ എത്തനോൾ, ഓപ്ഷൻ ബി മെത്തനോൾ, ഓപ്ഷൻ സി പ്രൊപ്പനോൾ, ഓപ്ഷൻ ഡി 2-propanol. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എയും ആൻഡ് ഓപ്ഷൻ ഡിയുമാണ്. നമുക്കറിയാം പോസിറ്റീവ് iodoform ടെസ്റ്റ് തരുന്നത് CH3CO ഗ്രൂപ്പ് ഉള്ളിടത്താണ് നമുക്ക് iodoform ടെസ്റ്റ് തരുന്നത്. അപ്പോൾ എവിടെയാണോ ഈ CH3CO ഗ്രൂപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇറ്റ് വിൽ ഗീവ് പോസിറ്റീവ് iodoform ടെസ്റ്റ്. നമ്മുടെ കേസിൽ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് വിൽ ബി ദ കറക്റ്റ് ആൻസർ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എഥനോൾ ആണ്, CH3CH2OH. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2-propanol ആണ്, ദാറ്റ് ഈസ് CH3CHOH CH3 അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ CH3C double-bond-O ഗ്രൂപ്പ് കിട്ടുന്നത്, അതായത് മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കിട്ടുന്നത് എവിടെയാണ്? ആൽക്കഹോൾസ് വിത്ത് CHOH CH3 ഗ്രൂപ്പ് ഓർ ഓക്സിഡൈസബിൾ ടു മിഥൈൽ കീറ്റോൺ ഗീവ് iodoform ടെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ എത്തനോളിൽ CH3CH2OH എന്ന് വരുമ്പോഴേക്കും ഈ ഒരു ഹൈഡ്രജനെ വിട്ടു കൊടുത്തിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ ഇവിടെ എന്താവും? CH3C double-bond-O എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫോം ചെയ്യും. അങ്ങനെ എത്തനോൾ എന്ത് ചെയ്യും? പോസിറ്റീവ് iodoform ടെസ്റ്റ് കാണിക്കും. അതേപോലെ തന്നെ 2-propanolലും അതേപോലെ തന്നെ ഈ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം CH3C double-bond-O ഫോം ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട്. ദേ ക്യാൻ ഫോം CH3C double-bond-O. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഓൾസോ ഗീവ് പോസിറ്റീവ് iodoform ടെസ്റ്റ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ചോദ്യം, ഫിനോൾ ഡിഫർ ഫ്രം ആൽക്കഹോൾസ് ബിക്കോസ്. ഫിനോൾ എങ്ങനെയാണ് ആൽക്കഹോൾസിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് അസിഡിക്, ഓപ്ഷൻ ബി ഇറ്റ് ഫോംസ് എസ്റ്റേഴ്സ്, ഓപ്ഷൻ സി ഇറ്റ് അണ്ടർഗോസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ന്യൂട്രൽ. അപ്പോൾ ഇവിടെ ഫിനോൾ ഡിഫേഴ്സ് ഫ്രം ആൽക്കഹോൾസ് എങ്ങനെയാണ്? ഫിനോൾ ആക്ച്വലി അസിഡിക് ആണ്, പക്ഷേ ആൽക്കഹോൾ അസിഡിക് അല്ല. ഇറ്റ് ഈസ് അസിഡിക്. ഫിനോൾ ഈസ് അസിഡിക് ഇൻ നേച്ചർ. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. റിയാക്ഷൻ ഓഫ് ആൽക്കഹോൾസ് വിത്ത് സോഡിയം ഗീവ്സ്. ആൽക്കഹോൾ ROHും സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്നതായിരിക്കും കിട്ടുന്നത്? വാട്ട് യു വിൽ ഗെറ്റ്?
സോ ഓപ്ഷൻ എ സോഡിയം ആൽക്കോക്സൈഡ്, ഓപ്ഷൻ ബി ആൽക്കഹോളേറ്റ്, ഓപ്ഷൻ സി ഈഥർ, ഓപ്ഷൻ ഡി ആൽഡിഹൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ROH when react with Na you will get RONA which is sodium alkoxide. So the correct answer will be option A sodium alkoxide. And 10th question, the order of reactivity of alcohols with the Lucas reagent. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ടെർഷറി വിൽ ബി സൂൺ റിയാക്ട് വിത്ത് സൂൺ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നത് ടെർഷറി ആണ്, പിന്നെ സെക്കൻഡറി ആണ്, പിന്നെ പ്രൈമറി വിൽ നോട്ട് റിയാക്ട്. അല്ലെങ്കിൽ പ്രൈമറി ഓർഡിനറി ടെമ്പറേച്ചറിൽ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഒരു ക്വസ്റ്റനും കൂടി യു ഹൗ ടു എക്സ്പെക്ട് ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HCl+ സിങ്ക് ക്ലോറൈഡ് ആണ് നമ്മുടെ ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ദി ആൻസർ വിൽ ബി ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ആൻസർ എ വിൽ ബി, അല്ലെങ്കിൽ ഓപ്ഷൻ എ will be the correct answer. Okay. അപ്പോൾ 10 ചോദ്യങ്ങൾ ആൽക്കഹോൾസിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദി നെക്സ്റ്റ് സീരീസ്, നെക്സ്റ്റ് സെഷൻ, ദാറ്റ് ഈസ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അപ്പോൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 12 കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററിലാണ്. ഇപ്പോഴത്തെ പുതിയ സിലബസിലെ 7ാമത്തെ ചാപ്റ്ററിലാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഏരിയ പഠിക്കുന്നത്. ഓക്കെ, ദോസ് ഹു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് ദാറ്റ് യു ക്യാൻ റീഡ് ഫ്രം ദെയർ. ഇവിടെ നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് PYQസും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആൽഡിഹൈഡ്സിനാണ് കീറ്റോൺസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൽഡിഹൈഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആൽഡിഹൈഡ്? ഓപ്ഷൻ എ CH3CHO, ഓപ്ഷൻ ബി CH3CO CH3, ഓപ്ഷൻ സി CH3CH2OH, ഓപ്ഷൻ ഡി CH3COH. അപ്പോൾ ആൽഡിഹൈഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഈ ആൽഡിഹൈഡിൻ്റെ പേരെന്നാ? അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എഥനാൽ. 2 കാർബണാറ്റമാണുള്ളത്, സോ എഥനാൽ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ടെസ്റ്റ് ഡിസ്റ്റിങ്വിഷസ് ആൽഡിഹൈഡ് ഫ്രം കീറ്റോൺ? കീറ്റോൺസിൽ നിന്ന് ആൽഡിഹൈഡ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ടോളറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഫെല്ലിങ്സ് ടെസ്റ്റ്, ഓപ്ഷൻ സി ബെനഡിക്ട്സ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. കാരണം ടോളറൻസ് ടെസ്റ്റും ഫെല്ലിങ്സ് ടെസ്റ്റും ബെനഡിക്ട്സ് ടെസ്റ്റും ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആയിരിക്കും തരുന്നത്. ടോളറൻസ് ടെസ്റ്റ് ആണെങ്കിൽ ആൽഡിഹൈഡിലേക്ക് ഒഴിക്കുമ്പോഴേക്കും നമുക്ക് സിൽവർ മിറർ കിട്ടും. ഫെല്ലിങ്സ് ടെസ്റ്റ് ആണെങ്കിൽ ആൽഡിഹൈഡ്സിൽ നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ബെനഡിക്ട് ടെസ്റ്റ് ആണെങ്കിൽ ആൽഡിഹൈഡ്സിലേക്ക് ഒഴിക്കുമ്പോഴേക്കും നമുക്ക് ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇവിടെ ഞാൻ ആൽഡിഹൈഡിലേക്ക് ഒഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒഴിക്കുകയല്ല ആക്ച്വലി ചെയ്യുന്നത്. ആൽഡിഹൈഡ്സ് എടുത്തു, ലിറ്റിൽ എമൗണ്ട് ഓഫ് ആൽഡിഹൈഡ് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു, അതിനകത്തേക്ക് ടോളറൻസ് റിയേജൻറ്റ് ഒഴിച്ചു, എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ്സ് ഹോട്ട് വാട്ടർ ബാത്തിൽ വെക്കുമ്പോഴേക്കും അത് അവിടെ നിന്ന് ബോയിലായിട്ട് സിൽവർ മിറർ നമുക്ക് നമ്മുടെ എവിടെയാണ് ടെസ്റ്റ് ട്യൂബിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ടേക്ക് ടൈം കേട്ടോ, ഓരോ ടെസ്റ്റിനും അതിൻ്റേതായ സമയം എടുക്കും. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോളറൻസ് റിയേജൻറ്റ് കണ്ടെയ്ൻസ്. ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ AgNO3 ഇൻ അമോണിയ, ഓപ്ഷൻ ബി CuSO4, ഓപ്ഷൻ സി KMnO4, ഓപ്ഷൻ ഡി K2Cr2O7. അപ്പോൾ ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് എന്നാണ് നമുക്ക് ടോളറൻസ് റിയേജൻറ്റിൻ്റെ പേര് വരുന്നത്, വിച്ച് ഈസ് AgNO3, സിൽവർ നൈട്രേറ്റ് ഇൻ അമോണിയ. അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് ആക്ച്വലി ടോളറൻസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, കീറ്റോൺസ് ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ടു. കീറ്റോൺസിനെ നമുക്ക് എന്തായിട്ടാണ് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ കാർബോക്സിലിക് ആസിഡ്സ്, ഓപ്ഷൻ ബി ആൽക്കഹോൾസ്, ഓപ്ഷൻ സി ഈതേഴ്സ്, ഓപ്ഷൻ ഡി നോ റിയാക്ഷൻ അണ്ടർ മൈൽഡ് കണ്ടീഷൻ. അപ്പോൾ കീറ്റോൺസിനെ ഓക്സിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മൈൽഡ് കണ്ടീഷനിൽ നമുക്ക് കീറ്റോൺസിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി നോ റിയാക്ഷൻസ് അണ്ടർ മൈൽഡ് കണ്ടീഷൻസ്. മൈൽഡ് കണ്ടീഷൻസിൽ റിയാക്ഷൻസ് ഒന്നും നടക്കത്തില്ല. അഞ്ചാമത്തെ ചോദ്യം, റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ഗീവ്സ്. ആൽഡിഹൈഡ്സിനെ റിഡ്യൂസ് ചെയ്താൽ എന്താ കിട്ടുക? ഓപ്ഷൻ എ പ്രൈമറി ആൽക്കഹോൾ, ഓപ്ഷൻ ബി സെക്കൻഡറി ആൽക്കഹോൾ, ഓപ്ഷൻ സി കീറ്റോൺ, ഓപ്ഷൻ ഡി ആസിഡ്. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡ്സിനെ റിഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോളാണ് കിട്ടുക. നേരത്തെ നമ്മൾ ആൽക്കഹോളിൻ്റെ കേസ് പഠിച്ചപ്പോഴും അത് പറഞ്ഞായിരുന്നു. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോണുമാണ് കിട്ടുന്നത്. അൾട്ടിമേറ്റ്ലി എന്നാ കിട്ടുന്നത്? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. ആറാമത്തെ ചോദ്യം, ആൽഡിഹൈഡ്സ് റിയാക്ട് വിത്ത് സോഡിയം തയോസൾഫേറ്റ് സോഡിയം ബൈസൾഫേറ്റ് NaHSO3 to form ഓപ്ഷൻ എ അഡീഷൻ പ്രോഡക്റ്റ്, ഓപ്ഷൻ ബി ആൽക്കഹോൾ, ഓപ്ഷൻ സി ആസിഡ്, ഓപ്ഷൻ ഡി ഈതർ. ഇവിടെ നമുക്ക് ആൽഡിഹൈഡും NaHSO3 അതായത് സോഡിയം ബൈസൾഫൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അഡീഷൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു ബൈസൾഫൈറ്റ് അഡക്റ്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതും ക്ലാസ് 12 കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന് കീഴിൽ വരുന്ന ഒരു റിയാക്ഷനാണ് ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഗിവ് ഐഡോഫോം ടെസ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഐഡോഫോം ടെസ്റ്റ് തരാത്തത് ഏതാണ്? ഓപ്ഷൻ എ എഥനാൽ, ഓപ്ഷൻ ബി മെത്തനാൽ, ഓപ്ഷൻ സി അസറ്റോൺ, ഓപ്ഷൻ ഡി എത്തനോൾ.
അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു അയോഡോഫോം ടെസ്റ്റ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഥൈൽ കീറ്റോൺ CH3C ഡബിൾ ബോണ്ടോ എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അറ്റാച്ചിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് അയോഡോഫോം ടെസ്റ്റ് തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്തനോളിൻ്റെ കേസിലാണെങ്കിൽ CH3C ഡബിൾ ബോണ്ട് OH ആണ് എത്തനാൽ എന്ന് പറയുന്നത്. സോ അവിടെ CH3C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഉണ്ട്. മെത്തനാലിൻ്റെ കേസിലാണെങ്കിൽ HC ഡബിൾ ബോണ്ട് OH ആണ്. ഇവിടെ എത്തനാലിൻ്റെ കേസിൽ CH3CO ഗ്രൂപ്പ് ഇല്ല. അസറ്റോണിൻ്റെ കേസിലാണെങ്കിൽ CH3C ഡബിൾ ബോണ്ടോ CH3 ആണ്. അപ്പോൾ അവിടെയും ഉണ്ട് CH3CO ഗ്രൂപ്പ്. എത്തനോളിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ CH3CH2O ആണ്. അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട് OH വരുന്നുണ്ട്. ആ എച്ചിനെ നമുക്ക് വേണേൽ ടോട്ടോമറിസം വഴി നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യാം. സോ CH3C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് അവിടെയും വരുന്നുണ്ട്. സോ ദ ആൻസർ വിൽ ബി മെത്തനാൽ. മെത്തനാലിൽ ഒരു കാരണവശാലും പോസിറ്റീവായിട്ട് ഫോം ടെസ്റ്റ് കാണിക്കത്തില്ല. എട്ടാമത് ചോദ്യം, റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ് വിത്ത് HCN ഗീവ്സ്. ഹൈഡ്രജൻ സയനൈഡുമായിട്ട് ആൽഡിഹൈഡ് റിയാക്ട് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? ഓപ്ഷൻ എ സൈനോഹൈഡ്രൻ, ഓപ്ഷൻ ബി ആൽക്കഹോൾ, ഓപ്ഷൻ സി ഈഥർ, ഓപ്ഷൻ ഡി ആൽക്കീൻ. HCNുമായിട്ട് ആൽഡിഹൈഡ് റിയാക്ട് ചെയ്ത് കഴിയുമ്പം സൈനോഹൈഡ്രൻ ആണ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഇവിടെ നമുക്ക് അതും ക്ലാസ് 12 കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ഒൻപതാമത്തെ ചോദ്യം, ബെൻസാൽഡിഹൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ അരോമാറ്റിക് ആൽഡിഹൈഡ്, ഓപ്ഷൻ ബി അലിഫാറ്റിക് കീറ്റോൺ, ഓപ്ഷൻ സി അലിഫാറ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി അരോമാറ്റിക് ആസിഡ്. അപ്പോൾ നമുക്ക് ബെൻസാൽഡിഹൈഡ് ആണ്, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ, അരോമാറ്റിക് ആൽഡിഹൈഡ്. ലാസ്റ്റത്തെ ചോദ്യമാണ് ഇവിടെ 10ാമത്തെ ചോദ്യം, വിച്ച് റിയേജന്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു കാർബണൈൽ ഗ്രൂപ്പ്. ഇതിനകത്ത് ഏത് റിയേജന്റ് ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ കാർബണൈൽ ഗ്രൂപ്പിലേക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷന് വിധേയമാവുന്നത്? ഇതിനകത്ത് ഏത് ഗ്രൂപ്പാണ്? ഓപ്ഷൻ എ NaHSO3 സോഡിയം ബൈസൾഫൈറ്റ്, ഓപ്ഷൻ ബി HCN ഹൈഡ്രജൻ സയനൈഡ്, ഓപ്ഷൻ സി NH2OH ഹൈഡ്രോക്സിലമീൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇവ മൂന്നും, അതായത് സോഡിയം ബൈസൾഫൈറ്റും HCNും NH2OHും ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു കാർബണൈൽ ഗ്രൂപ്പ് പോസിബിൾ ആവുന്ന റിയേജൻസ് ആണ്. ക്ലിയർ ആണല്ലോ 10 ചോദ്യങ്ങൾ? അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന രീതിയിൽ കാർബോക്സിലിക് ആസിഡ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിൽ നിന്ന് വരുന്ന ഒരു 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ് ഇൻ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിൻ്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ എ CHO, ഓപ്ഷൻ ബി C ഡബിൾ ബോണ്ട് OH, ഓപ്ഷൻ സി CO, ഓപ്ഷൻ ഡി OH. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും, COOH ആയിരിക്കും കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം, കാർബോക്സിലിക് ആസിഡ്സ് ആർ. ഓപ്ഷൻ എ സ്ട്രോങ് ആസിഡ്സ്, ഓപ്ഷൻ ബി വീക്ക് ആസിഡ്സ്, ഓപ്ഷൻ സി ന്യൂട്രൽ, ഓപ്ഷൻ ഡി സ്ട്രോങ് ബേസസ്. അപ്പോൾ ഇവിടെ കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്സ് ആയിരിക്കും. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, വിനീഗർ ഈസ് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എഥനോയിക് ആസിഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, വിനീഗർ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വീണ്ടും അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ആസിഡ് ഈസ് പ്രസൻറ്റ് ഇൻ വിനീഗർ. വിനീഗറിലുള്ള ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ ഫോമിക് ആസിഡ്, ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ്, ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ്, ഓപ്ഷൻ ഡി ബെൻസോയിക് ആസിഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? അസറ്റിക് ആസിഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാർബോക്സിലിക് ആസിഡ്സ് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. കാർബോക്സിലിക് ആസിഡ്സ് റിയാക്ട് വിത്ത് NaHCO3 സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ CO2, ഓപ്ഷൻ ബി H2, ഓപ്ഷൻ സി CH4, ഓപ്ഷൻ ഡി NH3. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടും കാർബോക്സിലിക് ആസിഡ്സ് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്നത് CO2. ഇത് ശരിക്കും 10ാം ക്ലാസ്സിലെ NCERT 10th സിലബസിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ്സ് റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് ടു ഫോം എന്താണ് CO2. ഇനി അഗെയിൻ 5th ക്വസ്റ്റ്യൻ, ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ഗീവ്. ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ക്ലാസ് 11 കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺസിൽ വരുന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. ഓപ്ഷൻ എ ആൽക്കെയിൻ, ഓപ്ഷൻ ബി ആൽക്കീൻ, ഓപ്ഷൻ സി ആൽക്കഹോൾ, ഓപ്ഷൻ ഡി ആൽഡിഹൈഡ്. ഡീകാർബോക്സിലേഷൻ എന്ന് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ എ ആൽക്കെയിൻ ആയിരിക്കും. വീണ്ടും 6ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആസിഡ് ക്ലോറൈഡ്, ഓപ്ഷൻ ബി അമൈഡ്, ഓപ്ഷൻ സി എസ്റ്റർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. നോക്കിക്കേ എന്താണ് ഈ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി നമ്മുടെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ട് OH ആണ്. ഈ C ഡബിൾ ബോണ്ട് OHനെ ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് Cl ആവും. ഓക്കെ, ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്, RC ഡബിൾ ബോണ്ട് Cl, അതാണ് ആസിഡ് ക്ലോറൈഡ്. അമൈഡ് ആണെങ്കിൽ RC ഡബിൾ ബോണ്ട് NH2 എന്ന് വരും.
അമൈഡ് ആണെങ്കിൽ. എസ്റ്റർ എന്ന് പറയുമ്പം RC ഡബിൾ ബോണ്ടോ OR' എന്ന് പറയും. ഇപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് RC ഡബിൾ ബോണ്ടോ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ വിൽ ബി ഓൾ ഓഫ് ദി അബോവ്. Again to question number 7, carboxylic acids are stronger acids than alcohols. Alcoholsനെക്കാളും stronger acids ആണ് carboxylic acids due to option A, resonance stabilization of carboxylate ion, option B, higher molecular mass, option C, hydrogen bonding, option D, electronegativity of carbon. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് resonance stabilization of carboxylate ion, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, എസ്റ്ററിഫിക്കേഷൻ ഇൻവോൾവ്സ് റിയാക്ഷൻ ബിറ്റ്വീൻ. എസ്റ്ററിഫിക്കേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന റിയാക്ഷൻ ഏതൊക്കെ റിയേജന്റ് തമ്മിലുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആൽക്കഹോൾ ആൻഡ് ആസിഡ്, ഓപ്ഷൻ ബി ആൽക്കഹോൾ ആൻഡ് ആൽഡിഹൈഡ്, ഓപ്ഷൻ സി കീറ്റോൺ ആൻഡ് ആസിഡ്, ഓപ്ഷൻ ഡി ഈഥർ ആൻഡ് ആസിഡ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആൽക്കഹോൾ ആൻഡ് ആസിഡ്. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എസ്റ്റർ ആണ്. അതിന് ഒരു ആൽക്കഹോളും അതുപോലെ തന്നെ ഒരു ആസിഡും എടുത്തു, RC ഡബിൾ ബോണ്ടോ OH. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു OHും ഈ Hഉം കൂടി ചേർന്നിട്ട് H2O എലിമിനേറ്റ് ആയിപ്പോയി. -H2O നമുക്ക് ആരോണ്ട് താഴെ എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ കണ്ടൻസ് ചെയ്ത് എഴുതാം. RC ഡബിൾ ബോണ്ട് O, ഈ ORനെ OR എന്ന് എഴുതുക. ഇതിനെ എന്നാ വിളിക്കുന്നത്, എസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. സോ ദിസ് ഈസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ കാരണം ആരൊക്കെയാണ്, റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. Again moving to question number 9, hydrolysis of esters give. അപ്പോൾ എസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ യൂസ് ചെയ്ത് ലിസിസ് നടത്തി കഴിഞ്ഞാൽ ബ്രേക്ക് നടത്തിയാൽ എന്തൊക്കെയാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആൽക്കഹോൾ പ്ലസ് ആസിഡ്, ഓപ്ഷൻ ബി ആൽഡിഹൈഡ് പ്ലസ് കീറ്റോൺ, ഓപ്ഷൻ സി ആസിഡ് പ്ലസ് അമീൻ, ഓപ്ഷൻ ഡി ഈഥർ പ്ലസ് വാട്ടർ. അപ്പോൾ നമുക്ക് എസ്റ്ററിനെ ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്, ആൽക്കഹോളും ആസിഡും ആയിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ എ വിൽ ബി ദി റൈറ്റ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡെറിവേറ്റീവ് ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിന് വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞ ഡെറിവേറ്റീവ് ഏതാണ്. ഓപ്ഷൻ എ ആസിഡ് ക്ലോറൈഡ്, ഓപ്ഷൻ ബി എസ്റ്റർ, ഓപ്ഷൻ സി അൺഹൈഡ്രേറ്റ്, ഓപ്ഷൻ ഡി അമൈഡ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അമൈഡ് ആണ്. അമൈഡ് ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് നടക്കാൻ സാധ്യത കുറവുള്ളത് അമൈഡ്സിനാണ്. ക്ലിയർ ആണല്ലോ 10 ചോദ്യങ്ങൾ ഫ്രം കാർബോക്സിലിക് ആസിഡ്. അടുത്തതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മഹാരാഷ്ട്ര CET 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കോമ്പൗണ്ട് ഹാസ് ദി ഹയസ്റ്റ് നമ്പർ ഓഫ് ടെർഷ്യറി കാർബൺ ആറ്റം. ഏറ്റവും കൂടുതൽ ടെർഷ്യറി കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ട് ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഐസോബ്യൂട്ടൈൻ, ഓപ്ഷൻ ബി N-ബ്യൂട്ടൈൻ, ഓപ്ഷൻ സി 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ, ഓപ്ഷൻ ഡി സൈക്ലോബ്യൂട്ടൈൻ. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ആൻസർ സി ആണ്, 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. എക്സ്പ്ലനേഷൻ നോക്കാം. 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയുന്നതിനകത്ത് 3 കാർബൺ ആറ്റം ആയിരിക്കും നമ്മുടെ സ്ട്രൈറ്റ് ചെയിനിലുള്ളത്. ഇവിടെ നമുക്കൊരു CH3 ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ നമുക്കൊരു CH3 ഗ്രൂപ്പ് ഉണ്ടാവും. ബാക്കിയുള്ളതിൻ്റെ ബാലൻസ് നമ്മൾ ഫില്ല് ചെയ്താൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കിട്ടുക. അപ്പോൾ ഇവിടെ 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ പേരാണ് നിയോപെൻറ്റൈൻ എന്നുള്ളത്. നിയോപെൻറ്റൈനിൽ ഒരു ക്വാട്ടേർണറി കാർബൺ ഉണ്ട്. ഈ ക്വാട്ടേർണറി കാർബൺ എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ കാർബൺ ആറ്റം, ആ നടുക്ക് നിൽക്കുന്ന കാർബൺ ആറ്റത്തിനെയാണ് ക്വാട്ടേർണറി കാർബൺ ആറ്റം എന്ന് പറയുന്നത്. ആ ക്വാട്ടേർണറി കാർബൺ ആറ്റം സറൗണ്ടഡ് ബൈ ടെർഷ്യറി പൊസിഷൻസ്. അപ്പോൾ ഇത് ഏത് രീതി നോക്കിയാലും അത് ടെർഷ്യറി പൊസിഷൻ ആയിരിക്കും. സോ മാക്സിമം ടെർഷ്യറി സെൻറ്റേഴ്സ് ഉള്ളത് 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈനിലായിരിക്കും. ആൻസർ വിൽ ബി 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ, ദാറ്റ് ഇസ് നിയോപെൻറ്റൈൻ. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആൽക്കെയിൻ റിസൾട്ട്സ് ഫ്രം ഡീകാർബോക്സിലേഷൻ ഓഫ് സോഡിയം പ്രൊപ്പിയോണേറ്റ്. സോഡിയം പ്രൊപ്പിയോണേറ്റിൽ നിന്ന് ഡീകാർബോക്സിലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആൽക്കെയിൻ ഏതാണ്. അപ്പോൾ സോഡിയം പ്രൊപ്പിയോണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ, 3 കാർബണാറ്റം ഉണ്ട്, 1 2 3 പ്രൊപ്പിയോണേറ്റ് എന്നല്ലേ. അപ്പോൾ 3 കാർബണാറ്റം ഉണ്ട്. സോ CH3 CH2 COONA, ഇതാണ് നമ്മുടെ സോഡിയം പ്രൊപ്പിയോണേറ്റ് എന്ന് പറയുന്നത്. സോഡിയം പ്രൊപ്പിയോണേറ്റിൽ നിന്ന് കാർബോക്സിലേഷൻ നടന്നു, അതായത് ഡീകാർബോക്സിലേഷൻ നടന്നു, അതായത് ഈ CO2 അങ്ങ് റിലീസ് ചെയ്ത് പോയി, CO2. എന്നിട്ട് കിട്ടുന്ന ആൽക്കെയിനിൽ എത്ര കാർബണാറ്റം കാണും, 2 കാർബണാറ്റം കാണത്തുള്ളൂ. CH3 ആയിട്ട് മാറും. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഈഥൈൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. കണ്ടോ, RCONA gives RH plus Na2CO3, അതായത് സോഡിയം പ്രൊപ്പിയോണേറ്റ് ആകുമ്പം ഈഥൈൻ തരും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോയി, ഡീകാർബോക്സിലേഷൻ. ബാക്കി എത്ര കാർബണാറ്റം ഉണ്ട്, 2 കാർബണാറ്റം. 2 കാർബണാറ്റം ഉള്ളതിൻ്റെ പേര് ഈഥൈൻ. മൂന്നാമത്തെ ചോദ്യം അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. JEE Main 2023 ചോദിച്ചിട്ടുള്ളതാണ്. ഓൺ എക്സോസ്റ്റീവ് ബ്രോമിനേഷൻ ഓഫ് ഈഥൈൻ അണ്ടർ UV, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മോണോബ്രോമോ പ്രോഡക്ട്സ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്രോമിനേഷൻ നടത്തുവാണ് ഈഥൈന്. ഈഥൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് CH3 ആണ് ഈഥൈൻ. ഈഥൈനിലേക്ക് എക്സോസ്റ്റീവ് ബ്രോമിനേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മോണോബ്രോമോ പ്രോഡക്ട്സ്, എത്ര മോണോബ്രോമോ പ്രോഡക്ട്സ് കിട്ടും എന്നാണ്. ഒരു മോണോബ്രോമോ പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. ഓൾ ഹൈഡ്രോജൻസ് ഇൻ ഈഥൈൻ ആർ ഇക്വലൻറ്റ്, സോ ഓൺലി 1 പ്രോഡക്റ്റ്. ഇവിടെ നോക്കുമ്പോൾ എല്ലാ ഹൈഡ്രോജൻസും ഇക്വലൻ്റ് ആയതുകൊണ്ട് ഒരു മോണോബ്രോമോ പ്രോഡക്റ്റേ നമുക്ക് കിട്ടത്തുള്ളൂ.
ഇനി അഗെയിൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4 ഹീറ്റ് ഓഫ് കമ്പഷൻ ഇൻക്രീസസ് വിത്ത്. ഹീറ്റ് ഓഫ് കമ്പഷൻ എങ്ങനെയാണ് കൂടുന്നത്? ഓപ്ഷൻ എ ബ്രാഞ്ചിങ്, ഓപ്ഷൻ ബി സ്ട്രൈറ്റ് ചെയിൻ, ഓപ്ഷൻ സി സാച്ചുറേഷൻ, ഓപ്ഷൻ ഡി അരോമാറ്റിസിറ്റി. ഹീറ്റ് ഓഫ് കമ്പഷൻ കൂടുന്നത് സ്ട്രൈറ്റ് ചെയിൻ കൂടുമ്പോൾ. explanation നോക്കിയേ, സ്ട്രൈറ്റ് ചെയിൻ ആൽക്കെയിൻസ് ഹാവ് ഹയർ ഹീറ്റ് ഓഫ് കമ്പഷൻ ദാൻ ബ്രാഞ്ച്ഡ് ഐസോമേഴ്സ്. അപ്പോൾ ബ്രാഞ്ച്ഡ് ഐസോമേഴ്സിനെക്കാട്ടിലും കൂടുതൽ സ്ട്രൈറ്റ് ചെയിൻ ആൽക്കെയിൻസ് ആയിരിക്കും ഹീറ്റ് ഓഫ് കമ്പഷൻ കൂടുതലായിട്ടുള്ളത്. ഇനി നീറ്റ് 2018 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഹൈഡ്രോകാർബൺ റിയാക്ട് വിത്ത് Br2 via substitution then gives gas which is less than C4 carbon atoms via Woods. അപ്പോൾ ഏത് ഹൈഡ്രോ കാർബൺ ആണ് ബ്രോമിനുമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് വിധേയമാവുന്നത്, എന്നിട്ട് അത് എന്ത് ചെയ്യും, ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് വുഡ്സ് റിയാക്ഷൻ വഴി പെർഫോം ചെയ്യുന്ന ഗ്യാസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ മീഥേൻ ആണ്. മീഥേൻ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്ത് ബ്രോമോ മീഥേൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ ബ്രോമോ മീഥേൻ എന്ത് ചെയ്യും, വുഡ്സ് റിയാക്ഷന് വിധേയമാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈഥേൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RX വെൻ റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് RR കിട്ടുന്നതാണ് നമുക്ക് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ CH4 വെൻ റിയാക്ട് വിത്ത് ബ്രോമിൻ നമുക്ക് എന്ത് കിട്ടും, CH3Br കിട്ടും. ഈ CH3Br വെൻ റിയാക്ട് വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്ത് കിട്ടും, CH3 കിട്ടും. കിട്ടിയോ, CH3. അപ്പോൾ ഇതാണ് നമുക്ക് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ വിൽ ബി CH4. ആറാമത്തെ ചോദ്യം, വിച്ച് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ N-പെൻറ്റൈൻ, ഓപ്ഷൻ ബി ഐസോപെൻറ്റൈൻ, ഓപ്ഷൻ സി നിയോപെൻറ്റൈൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിയോപെൻറ്റൈൻ ആയിരിക്കും. കാരണം നിയോപെൻറ്റൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നടുക്കൊരു കാർബണാറ്റം ഉണ്ട്, കാർബണാറ്റത്തിൻ്റെ ചുറ്റിപ്പറ്റി 4 കാർബണാറ്റം ഉണ്ട്. സോ ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നിയോപെൻറ്റൈൻ ആണ്, ഹാസ് മാക്സിമം സ്റ്റെബിലൈസേഷൻ വിയ ഇൻഡക്റ്റീവ് എഫക്റ്റ് വഴി മാക്സിമം സ്റ്റെബിലൈസേഷൻ ആയിരിക്കും നിയോപെൻറ്റൈന് കിട്ടുന്നുണ്ടാവുക. ഏഴാമത്തെ ചോദ്യം, കംപ്ലീറ്റ് കമ്പഷൻ ഫോർമുല ഫോർ C4H10 ഈൽസ്. അപ്പോൾ C4H10 കമ്പഷന് വിധേയമായി കഴിയുമ്പം എന്തൊക്കെയായിരിക്കും കിട്ടുക? 4CO2 + 5H2O. അപ്പോൾ ഇവിടെ നോക്കിക്കുക, എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. ആ 4 കാർബൺ ആറ്റവും ആരായിട്ട് മാറും? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നത് ഇവിടെയാണ്, ഈ ഓപ്ഷൻ എയിലാണ്. സോ 4CO2 + 5H2O. അഗെയിൻ എട്ടാമത്തെ ചോദ്യം നോക്കി, അതും മഹാരാഷ്ട്രയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. CET 2023 ചോദിച്ചൊരു PYQ ആണ്. വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് SN2. SN2ൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, ഓപ്ഷൻ ബി റേറ്റ് ഡിപ്പെൻസ് ഓൺ ന്യൂക്ലിയോഫൈൽ, ഓപ്ഷൻ സി ഇൻവോൾവ്സ് കാർബോകാറ്റയൺ, ഓപ്ഷൻ ഡി കൺസേർട്ടഡ് സ്റ്റെപ്പ്. SN2 എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് ഇന്നലെ പറഞ്ഞു സിംഗിൾ സ്റ്റെപ്ഡ് മെക്കാനിസം ആണ്. സിംഗിൾ സ്റ്റെപ്ഡ് മെക്കാനിസം ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ, ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ കാർബോകാറ്റയൺ ഫോം ചെയ്യില്ല. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ഇറ്റ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് SN2. കാർബോകാറ്റയൺ ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് SN2. അഗെയിൻ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്, വിച്ച് ഹാസ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ N-പെൻറ്റൈൻ, ഓപ്ഷൻ ബി ഐസോപെൻറ്റൈൻ, ഓപ്ഷൻ സി നിയോപെൻറ്റൈൻ. ഇവിടെ N-പെൻറ്റൈനിന് ബ്രാഞ്ചിങ് കുറവാണ്, അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. ലീനിയർ ചെയിൻസ് ഹാവ് ഗ്രേറ്റർ സർഫസ് ഏരിയ, ദെർഫോർ ഹയർ ബോയിലിംഗ് പോയിന്റ്. ആൻസർ വിൽ ബി നോർമൽ പെൻറ്റൈൻ അല്ലെങ്കിൽ N-പെൻറ്റൈൻ. അഗെയിൻ പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്, വിച്ച് ഗ്യാസ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ആൽക്കെയിൻസ്. കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ആൽക്കെയിൻസിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ആൽക്കെയിൻ ഏതാണ്? ഓപ്ഷൻ എ CO2, ഓപ്ഷൻ ബി H2O. ആൽക്കെയിൻ അല്ല, ഗ്യാസ് ഏതാണ്? ഓപ്ഷൻ എ CO2, ഓപ്ഷൻ ബി H2O, ഓപ്ഷൻ സി CO, ഓപ്ഷൻ ഡി ഓൾ ആർ പ്രൊഡ്യൂസ്ഡ്. ആൻസർ വരുന്നത് സി ആണ്. സി ഒൺലി അണ്ടർ ഇൻകംപ്ലീറ്റ് കമ്പഷൻ, അതായത് CO പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻകംപ്ലീറ്റ് കമ്പഷനിൽ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റനിൽ കംപ്ലീറ്റ് കമ്പഷനാണ്. കംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അടുത്തായിട്ട് നീറ്റ് 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, വിച്ച് ഈസ് നോട്ട് എ സിന്തസിസ് മെത്തേഡ് ഓഫ് ആൽക്കീൻ. ആൽക്കീൻ്റെ സിന്തസിസ് മെത്തേഡ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഡീഹൈഡ്രോ ഹാലജനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, ഓപ്ഷൻ ബി ക്രാക്കിംഗ്, ഓപ്ഷൻ സി ഹൈഡ്രോ ഹാലജനേഷൻ ഇൻ അക്വസ് മീഡിയം, ഓപ്ഷൻ ഡി ട്രീറ്റ്മെൻറ്റ് ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ് ഇൻ സിങ്ക്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ് ഇൻ വിത്ത് സിങ്ക് എന്ന് പറയുമ്പം അവിടെ വിസിനൽ ഡൈഹാലൈഡ്സിലെ 2 ഹാലൈഡും, അതായത് അടുത്തടുത്ത് നിൽക്കുന്ന 2 ഹാലജനും എലിമിനേറ്റ് ചെയ്യും. ദെയർ ബൈ യു വിൽ ഗെറ്റ് ആൻ ആൽക്കീൻ. ഹൈഡ്രോ ഹാലജനേഷൻ ഇൻ അക്വസ് മീഡിയം അവിടെ നിൽക്കട്ടെ. ക്രാക്കിംഗ് എന്ന് പറയുന്ന ആൽക്കീൻ്റെ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഡീഹൈഡ്രോ ഹാലജനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡും നമുക്ക് ആൽക്കീൻ കിട്ടുന്നതാണ്. ബീറ്റ എലിമിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. പക്ഷേ വിച്ച് ഈസ് നോട്ട് എ സിന്തസിസ് മെത്തേഡ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ സിന്തസിസ് മെത്തേഡ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ഹൈഡ്രോ ഹാലജനേഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഹൈഡ്രോ ഹാലജനേഷൻ ഇൻ അക്വസ് മീഡിയം ആയിരിക്കും നോട്ട് എ സിന്തസിസ് മെത്തേഡ് എന്ന് പറയുന്നത്.
മൂന്നാമത്തെ ചോദ്യം മേജർ പ്രൊഡക്റ്റ് ഓഫ് HBr അഡീഷൻ ടു പ്രൊപ്പീൻ വിത്ത് പെറോക്സൈഡ്. അപ്പോൾ ഇവിടെ പെറോക്സൈഡ് തന്നിട്ടുണ്ട്. പെറോക്സൈഡ് ആണെങ്കിൽ ഇവിടെ ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറയുമ്പം നമ്മൾ ആഡ് ചെയ്യപ്പെടുന്ന HX ആണെങ്കിൽ, അതായത് ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട് കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് പോകുമ്പം അവിടെ ഏത് കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത്, ഇപ്പോൾ ഇവിടെ CH2ഉം ഇവിടെ CH ആണെന്നിരിക്കട്ടെ, അപ്പോൾ ഏത് കാർബൺ ആറ്റത്തിലാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് ആ കാർബൺ ആറ്റത്തിലേക്കായിരിക്കും നെഗറ്റീവ് പാർട്ട് പോവുക. സോ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വരും, ദാറ്റ് ഈസ് ആന്റി മാർക്കോണിക്കോവ്സ് റൂൾ. അപ്പോൾ നമുക്ക് മേജർ പ്രൊഡക്റ്റ് ഓഫ് HBr അഡീഷൻ ടു പ്രൊപ്പീനിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും ഇവിടെ കിട്ടുക. അതായത് ഏതാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ള കാർബൺ ആറ്റം അവിടേക്കായിരിക്കും നമ്മുടെ ബ്രോമിൻ അല്ലെങ്കിൽ ഹാലൈഡ് പോയിട്ട് അറ്റാച്ച് ചെയ്യുക. ഇത് ആന്റി മാർക്കോണിക്കോവ്സ് അഡീഷൻ ആണ്. അത് റാഡിക്കൽ വഴിയിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നാലാമത്തെ ചോദ്യം, വിച്ച് ആൽക്കീൻ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ? താഴെ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കീൻ ഏതാണ്? ഓപ്ഷൻ എ 1 ബ്യൂട്ടീൻ, ഓപ്ഷൻ ബി 2 ബ്യൂട്ടീൻ തന്നെ സിസ്, ഓപ്ഷൻ സി 2 ബ്യൂട്ടീനിൽ തന്നെ ട്രാൻസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ട് 2 ബ്യൂട്ടീൻ ട്രാൻസ് ആയിരിക്കും മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ആൽക്കീൻ എന്ന് പറയുന്നത്. 2 ബ്യൂട്ടീൻ ട്രാൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ C ഡബിൾ ബോണ്ട് C, ഇവിടെ ആയിരിക്കും നമ്മളുടെ ഒരു CH3, ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു CH3, ഇവിടെ നമുക്കൊരു ഹൈഡ്രജനും ഇവിടെ നമുക്കൊരു ഹൈഡ്രജനും. ഇതാണ് ട്രാൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ. അപ്പോൾ നോക്കിക്കേ, ഈ CH3യുടെ തൊട്ടടുത്ത് ക്രൗഡിങ് കുറവാണ്. അഗെയിൻ ഈ CH3യുടെ തൊട്ടടുത്ത ക്രൗഡിങ് കുറവാണ്. ക്രൗഡിങ് കുറവായതുകൊണ്ടാണ് ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവാവുകയും അവിടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുകയും ചെയ്യും. സോ ട്രാൻസ് 2 ബ്യൂട്ടീൻ വിൽ ബി ദി മോർ സ്റ്റേബിൾ ആൽക്കീൻ എന്ന് പറയാം. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൈഡ്രോജനേഷൻ ഓഫ് എഥീൻ വിത്ത് നിക്കൽ ഗീവ്സ്. എഥീനെ ഹൈഡ്രോജനേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ഡബിൾ ബോണ്ടിനെ വീണ്ടും ഹൈഡ്രോജൻ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. സോ ഈഥൈൻ വിൽ ബി ദി കറക്റ്റ് ആൻസർ. അടുത്തത് വീണ്ടും നീറ്റിന് 2021 ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻ ആൽക്കീൻ ഓൺ ഓസോണോളിസിസ് ഗീവ്സ് മെത്തനാൽ. അപ്പോൾ ഒരു ആൽക്കീന് ഓസോണോളിസിന് വിധേയമായിട്ട് മെത്തനാൽ കിട്ടുവാണ്. ദ സ്ട്രക്ചർ ഓഫ് ദാറ്റ് ആൽക്കീൻ. അപ്പോൾ ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ ഓസോൺ അഡീഷൻ ആണ് ഇൻ പ്രസൻസ് ഓഫ് സിങ്ക്. നമുക്ക് കിട്ടുന്നത് CH2O ആണെങ്കിൽ ആ ആൽക്കീൻ എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ A ആയിരിക്കും. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ബ്യൂട്ട്-1-ene ആയിരിക്കും. സംഗതി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഈ ബ്യൂട്ട്-1-ene എടുത്താൽ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3 എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് ഓസോൺ അഡീഷൻ നടത്തി കഴിയുമ്പോൾ O3 നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും. CH2 ബോണ്ട് ഒന്നും ഇടണ്ട, മേളിലേക്ക് ഒരു ഓക്സിജൻ അറ്റാച്ച് ചെയ്തു, ഇവിടെ ഒരു CH അറ്റാച്ച് ചെയ്തു, ഇവിടേക്ക് ഒരു ഓക്സിജൻ അറ്റാച്ച് ചെയ്തു, ഇവിടേക്ക് ഒരു ഓക്സിജൻ അറ്റാച്ച് ചെയ്തു. അതാണ് എവിടെയാണോ ഡബിൾ ബോണ്ട് എന്നുള്ളത് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുക. ഡബിൾ ബോണ്ടിനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു വീട് പോലെ ഇങ്ങനൊരു സ്ട്രക്ചർ അവിടെ O3 അങ്ങോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, O3 ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ടീംസിനെ നമ്മൾ അതേപോലെ തന്നെ ഇറക്കി വെച്ചു. അതായത് CH2 CH3, ഈ CH2ന് CH3നെ ഈ CHനേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇനി സിങ്കിന്റെ പ്രസൻസിൽ, അതാണ് ഓസോണോളിസിസ് കംപ്ലീറ്റ് ആകുന്നത് സിങ്കിന്റെ പ്രസൻസില്ല. സിങ്കിന്റെ പ്രസൻസിൽ ഇത് എന്തായിട്ട് കട്ട് ചെയ്യും? ഒരു Y കട്ട് നടക്കും. ഇവിടെ Y കട്ട് നടത്തിയിട്ട് നമുക്ക് ഈ ഒരു ഓക്സിജൻ സിങ്കിന്റെ കൂട്ടത്തിൽ പോകും. ബാക്കി ഇവിടെ എന്നാ കിട്ടി? CH3 CH2 CHO. ഇവിടെ എന്നാ കിട്ടി? CH2O. നമുക്ക് കിട്ടിയത് എന്താ? CH2O. അപ്പോൾ നമുക്ക് ഈ CH2O കിട്ടുന്നത് ഇവിടത്തെ ഫസ്റ്റ് കോമ്പൗണ്ടിൽ നിന്ന് മാത്രമായിരിക്കും. ഓപ്ഷൻ A വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, which decolorizes bromine water and gives diol with cold KMnO4. cold KMnO4 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയോൾ കിട്ടുകയും വേണം, ബ്രോമിൻ വാട്ടർ ഡീകളറൈസ് ചെയ്യാൻ വേണം. അപ്പോൾ ബ്രോമിൻ വാട്ടർ ഡീകളറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിനകത്ത് എന്താണ്? ഡബിൾ ബോണ്ട് വേണം. അപ്പോൾ ഡബിൾ ബോണ്ട് ഇല്ല ഇതിനകത്ത്. സൈക്ലോഹെക്സൈനകത്ത് ഡബിൾ ബോണ്ട് ഇല്ല, സൈക്ലോഹെക്സീനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. സൈക്ലോഹെക്സീനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അഗെയിൻ മഹാരാഷ്ട്രയിൽ CET 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓർഡർ ഓഫ് ആൽക്കീൻ സ്റ്റെബിലിറ്റി. ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണ്. ഇവിടെ നോക്കിക്കേ, ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണോ അതോ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണോ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണോ എന്നാണ് ഓപ്ഷൻ A ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ B സിസ് 2 ബ്യൂട്ടീൻ ഈസ് ഗ്രേറ്റർ ദാൻ ട്രാൻസ് 2 ബ്യൂട്ടീൻ. അപ്പോൾ തന്നെ ഓർഡർ ഓഫ് ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റി എനിക്ക് നോക്കട്ടെ ഇവിടെ എത്ര ഓപ്ഷൻ ഉണ്ടെന്ന്.
ഓക്കെ, സി ഓപ്ഷൻ സിയും കൂടെ ഉണ്ട്. 1 ബ്യൂട്ടീൻ ഈസ് ഗ്രേറ്റർ ദാൻ 2 ബ്യൂട്ടീൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ് 2 ബ്യൂട്ടീൻ ഈസ് ഗ്രേറ്റർ ദാൻ ട്രാൻസ് 2 ബ്യൂട്ടീൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ തെറ്റാണ്. കാരണം ട്രാൻസ് 2 ബ്യൂട്ടീൻ ആണ് ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റിയിൽ ഏറ്റവും ഗ്രേറ്റർ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ദാൻ സിസ് 2 ബ്യൂട്ടീൻ. ഇവിടെ 1 ബ്യൂട്ടീൻ ഈസ് ഗ്രേറ്റർ ദാൻ 2 ബ്യൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്, മോർ സ്റ്റേബിൾ ആയ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് അക്കോർഡിംഗ് ടു സെയ്റ്റ്സെഫ് റൂളിൽ 2 ബ്യൂട്ടീൻ ആയിരിക്കും. സോ ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു ഓർഡറും തെറ്റാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദാൻ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വിൽ ബി ദി കറക്റ്റ് ആൻസർ. ഇങ്ങനെ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സോറി, 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മാർക്കോണിക്കോഫ് അഡീഷൻ ടു PH CH ഡബിൾ ബോണ്ട് CH CH3 പ്ലസ് HBr ഫോംസ്. അപ്പം മാർക്കോണിക്കോഫ് റൂളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ്. മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുമ്പം നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഏതാണോ ആഡ് ചെയ്യപ്പെടുന്നത് ആ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം HBr ആണ് ഇവിടെ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ Br മൈനസ് ഗോസ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്തേക്കായിരിക്കും Br മൈനസ് പോവുക, ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇവിടെ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളത് എവിടെയാണ്? രണ്ടിടത്തും ലെസ്സർ നമ്പർ ഓഫ് ഒരേ ഹൈഡ്രജൻ ആറ്റമാണുള്ളത്. PH CH ഡബിൾ ബോണ്ട് CH CH3 രണ്ടിടത്തും ഒരേപോലെയാണ് ഉത്തരം വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? PH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ടെൻഡൻസി ഉള്ള ഒരു ഗ്രൂപ്പാണ് PH എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഓൾറെഡി ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇലക്ട്രോൺസിന് എങ്ങോട്ട് പോകും? CHലേക്കാണ് പോകുന്നത്. സോ മോർ HBr വിൽ മൂവ്സ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അല്ലെങ്കിൽ മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് CHലേക്കും. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോവുക. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആയിരിക്കും. PH CH2 CHBr CH3. അതായത് Br എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും, ഈ ഒരു പർട്ടിക്കുലർ കാർബൺ ആറ്റത്തിലേക്ക് പോകും Br. ഇവിടെ H പോകും. കാരണം എന്താ? ഓൾറെഡി ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്വല്പം കൂടുതലാണ്. അവിടേക്ക് വീണ്ടും Br വന്ന് അറ്റാച്ച് ചെയ്യത്തില്ല. Br എപ്പോഴും പോസിറ്റീവ് സൈഡിലേക്കേ പോകത്തുള്ളൂ. അപ്പോൾ H വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും, Br ഇപ്പുറത്തേക്ക് അറ്റാച്ച് ചെയ്യും. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി PH CH2 CHBr CH3. മനസ്സിലായോ അല്ലേ? അടുത്തത് 10ാമത്തെ ചോദ്യം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ. ഞാൻ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസ്, പല സീരീസിലും ക്വസ്റ്റ്യൻ നമ്പർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ തന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ടൈം സ്റ്റാമ്പ് ഒന്ന് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 10ാമത്തെ ചോദ്യം. വിച്ച് ഐസോമറൈസസ് അണ്ടർ ഹീറ്റ് വിത്ത് ആസിഡ് ടു മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആവുന്നത് ഏതാണ്? ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. 1 പെൻറ്റീൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു പ്രോട്ടണേഷൻ ആയിരിക്കും. അത് 10ാമത്തെ ചോദ്യം നമുക്ക് കൂടുതലായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ചോദ്യങ്ങൾ തീർന്നിട്ടില്ല. ചോദ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിവിടെ നമ്മുടെ സിലബസ് തീർക്കേണ്ടതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഏരിയയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സിലബസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻസ്, ആൽക്കൈൻസ്, ആൽക്കൈൽ ഹാലൈഡ്സ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആൻഡ് ദിയർ ഡെറിവേറ്റീവ്സ്. അതിലൊരു കാര്യം പറയട്ടെ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ നിന്ന് വരുന്ന നെയിംഡ് റിയാക്ഷൻസ് ഞാൻ പറയാം, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ നിന്ന് വരുന്ന നെയിംഡ് റിയാക്ഷനിൽ ഒന്നാമത്തേത് വരുന്നത് റോസൻമൺസ് റിഡക്ഷൻ ആണ്, റോസൻമൺസ് റിഡക്ഷൻ. രണ്ടാമത്തേത് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തേത് വരുന്നത് എട്ടാർട്സ് റിയാക്ഷൻ ആണ്, എട്ടാർട്സ് റിയാക്ഷൻ. മൂന്നാമത്തേത് വരുന്നത് എട്ടാർട്സ് റിയാക്ഷൻ. മൂന്നാമതായിട്ട് നമുക്ക് ഇവിടുന്ന് വരുന്ന മെയിൻ നെയിംഡ് റിയാക്ഷൻ ആണ് ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. നാലാമത്തതായിട്ട് നമുക്ക് ഇവിടുന്ന് വരുന്ന റിയാക്ഷനാണ് സ്റ്റീഫൻസ് റിയാക്ഷൻ, STEFANS, സ്റ്റീഫൻസ് റിയാക്ഷൻ. പിന്നെ ആൽഡിഹൈഡ് ജനറേറ്റ് ചെയ്യുന്ന വേറൊരു റിയാക്ഷനാണ് റീമർ ടീമൻ റിയാക്ഷൻ. അഞ്ചാമത്തെ റീമർ ടീമൻ റിയാക്ഷൻ, റീമർ ടീമൻ റിയാക്ഷൻ. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ആൽഡിഹൈഡ്സിൽ നിന്ന് വരുന്ന മെയിനായിട്ട് വരുന്ന നെയിംഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി കാർബോക്സിലിക് ആസിഡിൽ നിന്ന് വരുന്ന നെയിംഡ് റിയാക്ഷൻ ആണ് എങ്കിൽ HVZ റിയാക്ഷൻ. HVZ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ ഒന്നാമത്തെ വുഡ്സ് റിയാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഹാലോ അരീൻസിൽ നിന്നാണ് ഫിറ്റിക് റിയാക്ഷൻ വരുന്നുണ്ട്.
പിന്നെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്, മൂന്നാമത്തെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. പിന്നെ അവിടുന്ന് വരുന്ന 2 ഹാലൈഡ് എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ഉണ്ട്, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, 2 ഹാലൈഡ് എക്സ്ചേഞ്ച് റിയാക്ഷൻ വരുന്നുണ്ട്, 4മത്തെ ഫിങ്കൽസ്റ്റീൻ റിയാക്ഷനും സ്വാട്സ് റിയാക്ഷനും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ, ഈ ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ ആൻഡ് സ്വാട്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഈ 5 റിയാക്ഷൻസ് ശരിക്കും നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അലീൻസ് എന്ന് പറയുന്ന ഏരിയയിലാണ്. ഈ 1 2 3 4 5 റിയാക്ഷൻ, 5 + 6 ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് പ്ലസ് കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ്, അതിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് ആണ് HBZ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മുടെ കീറ്റോൺസിനെ ആൽഡിഹൈഡ്സിനെയും കോമൺ ആയിട്ട് വരുന്ന റിയാക്ഷൻസ് ആണ് ക്ലെമൻസൺ റിഡക്ഷൻ, ഒഫ്-കിഷ്ണർ റിഡക്ഷൻ, ക്രോസ് ഡാൾഡോ കണ്ടൻസേഷൻ, പിന്നെ കാനിസാരോ റിയാക്ഷൻ. അതൊക്കെ നമുക്ക് ബ്രീഫായിട്ട് ഒരൊറ്റ സെഷൻ, വളരെ ചെറിയ ഒരു സെഷനിൽ നമുക്ക് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ വീണ്ടും നമ്മളുടെ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് വീണ്ടും പോവുകയാണ്. നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് ശേഷം വരുന്ന അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. നമുക്ക് അവിടെ അരോമാറ്റിസിറ്റി ഉണ്ട്, ഹക്കൽസ് റൂൾ ഉണ്ട്, സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ ഉണ്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ ബെൻസീൻ വിത്ത് എ മെക്കാനിസം. ആ ഒരു ഏരിയ ആണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ അരോമാറ്റിസിറ്റി ആൻഡ് ഹക്കൽസ് റൂളിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, CSR നെറ്റിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് അരോമാറ്റിക്? ഇത് താഴെ തന്നിരിക്കുന്നതിൽ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? അപ്പം ബ്രീഫായിട്ടൊന്ന് പറയട്ടെ. അരോമാറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് പ്ലാനർ ആയിരിക്കണം, അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് ആയിരിക്കണം, പിന്നെ ഒന്നും കൂടെ ഉണ്ട്, കോൺജുഗേറ്റഡ് മീൻസ് ഡീലോക്കലൈസേഷൻ ഉണ്ടാവണം, പിന്നെ അതുപോലെ തന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട്, ഇറ്റ് ഷുഡ് ഒബേ ഹക്കൽസ് റൂൾ. ഹക്കൽസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n+2 പൈ ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ഒബേ ചെയ്താൽ മാത്രമേ ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഓപ്ഷൻ എ വന്നിരിക്കുന്നത് സൈക്ലോബ്യൂട്ടാഡൈൻ. സൈക്ലോബ്യൂട്ടാഡൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് സൈക്ലോബ്യൂട്ടാഡൈൻ. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബെൻസീൻ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സൈക്ലോ ഒക്ടാ ടെട്രൈൻ. സൈക്ലോ ഒക്ടാ ടെട്രൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് സൈക്ലോ ഒക്ടാ ടെട്രൈൻ എന്ന് പറയുന്നത്. 8 കാർബണാറ്റം ഉണ്ട്, അതിനകത്ത് 4 ഡബിൾ ബോണ്ട് ഉണ്ട്. സോ സൈക്ലോ ഒക്ടാ ടെട്രൈൻ. പിന്നെ സൈക്ലോപെൻഡാഡൈൻ. സൈക്ലോപെൻഡാഡൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് സൈക്ലോപെൻഡാഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്ലോപെൻഡാഡൈൻ. അപ്പോൾ ഇവിടെ സൈക്ലോപെൻഡാഡൈനിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 4 ഇലക്ട്രോണേ ഉള്ളൂ. സൈക്ലോ ഒക്ടാ ടെട്രൈൻ ആയിരുന്നെങ്കിൽ 2 4 6 8 ഇലക്ട്രോൺ ഉണ്ട്. ഇതിനകത്തും 2 4 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4n+2 പൈ ഇലക്ട്രോണിൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്ത് വരും? 2 പൈ ഇലക്ട്രോൺ വരും. ഇനി 4n+2 പൈ ഇലക്ട്രോണിന് എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് 6 പൈ വരും. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് എത്ര വരും? 10 പൈ വരും. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ സിസ്റ്റംസ് ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് എത്ര വരും? 14 പൈ ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇവിടെ 2 6 10 14 അത് 4 ഇലക്ട്രോൺസിൻ്റെ ഡിഫറൻസ് വരുന്ന, ഈ പൈ ഇലക്ട്രോൺസിൻ്റെ ഡിഫറൻസ് വരുന്ന ഈ ഒരു സിസ്റ്റംസ് ആണ് മെയിനായിട്ടും അരോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 പൈ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടും 8 പൈ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ടും ഈ ബാക്കി പറയുന്ന 3 ഓപ്ഷൻസ് തെറ്റാ. അതേസമയം ബെൻസീൻ നോക്കി, ഇറ്റ് ഈസ് പ്ലാനർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. കണ്ടോ, ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ 2 4 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എൻ അരോമാറ്റിക് കോമ്പൗണ്ട്. കിട്ടിയോ? സോ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ബെൻസീൻ ഈസ് അരോമാറ്റിക് ബിക്കോസ് ഇറ്റ് ഈസ് സൈക്ലിക്, planar, fully conjugated and obeys Huckel's rules, that is 4n+2 pi electron system where n equal to 1 which is equal to 6 pi electrons. Cyclobutadiene and cyclooctatadiene are anti-aromatic or non-aromatic. Cyclopentadiene lacks continuous conjugation. Cyclopentadiene കേസിൽ continuous conjugation ഇല്ല. Cyclobutadiene കേസിലും cyclooctatetraene കേസിലും continuous conjugation ഉണ്ട്. അതുകൊണ്ട് അവർ ഒന്നെങ്കിൽ ആൻറ്റി അരോമാറ്റിക്, അതായത് 4n+2 pi റൂൾ ഒബേ ചെയ്യാത്ത ആൾക്കാരെ ആൻറ്റി അരോമാറ്റിക് അല്ലെങ്കിൽ നോൺ അരോമാറ്റിക് എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സാറ്റിസ്ഫൈസ് ഹക്കൽസ് റൂൾ? ഹക്കൽസ് റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ സൈക്ലോപെൻഡാഡൈഇനൈൽ ആനയോൺ. ഓപ്ഷൻ ബി സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ. ഓപ്ഷൻ സി സൈക്ലോബ്യൂട്ടാഡൈൻ. ഓപ്ഷൻ ഡി സൈക്ലോ ഒക്ടാടെട്രൈൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അരോമാറ്റിസിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ട് വരച്ച് നോക്കുക. അതായത് സൈക്ലോപെൻഡാഡൈഇനൈൽ ആനയോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇവിടെ 2 ഡബിൾ ബോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മൈനസ് ചാർജും ഉണ്ട്. സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ, സൈക്ലോപ്രോപ്പീൻ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്. കാറ്റയോൺ. സൈക്ലോബ്യൂട്ടാഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സൈക്ലോബ്യൂട്ടാഡൈൻ എന്ന് പറയുന്നത്. ഇനി സൈക്ലോ ഒക്ടാടെട്രൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് തന്നെയാണ് സൈക്ലോ ഒക്ടാടെട്രൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി ഏതാണ് 4n+2 പൈ ഇലക്ട്രോൺ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഇവിടെയാണെങ്കിൽ 8 പൈ ഇലക്ട്രോൺ ആണുള്ളത്, ഇവിടെ 4 പൈ ഇലക്ട്രോൺ ആണുള്ളത്, ഇവിടെ 2 പൈ ഇലക്ട്രോൺ ആണുള്ളത്, ഇവിടെ 6 പൈ ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, 2 4. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സാറ്റിസ്ഫൈസ് ഹക്കൽസ് റൂൾ 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റത്തിൽ
സാറ്റിസ്ഫൈ ചെയ്യുന്നത് സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോണും അതുപോലെ തന്നെ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോണുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ PYQ ഗേറ്റ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി പൈ ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ബെൻസീൻ? ബെൻസീനിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ബെൻസീനിൽ മൊത്തം 3 ഡബിൾ ബോണ്ട് ആണുള്ളത്. അതുകൊണ്ട് 3 × 2 6 പൈ ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. കറക്റ്റ് ആൻസർ 6 ആണ്. ബെൻസീൻ ഹാസ് 3 പൈ ബോണ്ട്സ്, ഈച്ച് കോൺട്രിബ്യൂട്ടിംഗ് 2 പൈ ഇലക്ട്രോൺസ്. ടോട്ടൽ 3 × 2 6 പൈ ഇലക്ട്രോൺസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following is non-aromatic? Non-aromatic ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ സൈക്ലോഹെക്സൈൻ, ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ബെൻസീൻ, ഓപ്ഷൻ സി നാഫ്തലീൻ, ഓപ്ഷൻ ഡി സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. അപ്പോൾ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോണിൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇറ്റ് സാറ്റിസ്ഫൈസ്. നാഫ്തലിനകത്താണെങ്കിൽ ശരിക്കും നാഫ്തലിൻ ഈസ് അരോമാറ്റിക്, ബെൻസീൻ ഇസ് ഓൾസോ അരോമാറ്റിക്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നോൺ അരോമാറ്റിക് ആയിട്ടുള്ള സൈക്ലോഹെക്സൈൻ ആണ്, അരോമാറ്റിക് അല്ല. Correct answer is option A. Cyclohexane is not conjugated and does not contain pi electrons. So it is a non-aromatic compound. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് കോമ്പൗണ്ട് ഈസ് ആൻറ്റി അരോമാറ്റിക്? തന്നിരിക്കുന്നതിനകത്ത് ആൻറ്റി അരോമാറ്റിക് ഏതാണ്? ഓപ്ഷൻ എ സൈക്ലോബ്യൂട്ടാഡൈൻ, ഓപ്ഷൻ ബി ബെൻസീൻ, ഓപ്ഷൻ സി പൈറൂൾ, ഓപ്ഷൻ ഡി ഫ്യൂറാൻ. ഇവിടെ സൈക്ലോബ്യൂട്ടാഡൈൻ ആണ്, ഈസ് എ പ്ലാനർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, ബട്ട് ഹാസ് ഓൺലി 4 പൈ ഇലക്ട്രോൺസ്, ഫിറ്റ്സ് 4n റൂൾ, ദാറ്റ് ഈസ് ആൻറ്റി അരോമാറ്റിക്. അപ്പോൾ ആൻറ്റി അരോമാറ്റിക് സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂളാണ് 4n റൂൾ. 4n റൂൾ സാറ്റിസ്ഫൈ ചെയ്താൽ അത് ആൻറ്റി അരോമാറ്റിക് ആണ് ആ ഒരു കോമ്പൗണ്ട്. Question number 6 PYQ IIT ജാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. വിച്ച് ദ ഫോളോയിങ് ഈസ് അരോമാറ്റിക് അക്കോർഡിംഗ് ടു ഹക്കൽസ് റൂൾ? ഹക്കൽസ് റൂൾ പ്രകാരം അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? സൈക്ലോഹെപ്റ്റാട്രൈനൈൽ കാറ്റയോൺ, സൈക്ലോഹെപ്റ്റാട്രൈനൈൽ ആനയോൺ, ഓപ്ഷൻ സി സൈക്ലോഒക്ടാടെട്രൈൻ, ഓപ്ഷൻ ഡി സൈക്ലോപ്രൊപ്പീനൈൽ ആനയോൺ. കറക്റ്റ് ആൻസർ വരുന്നത് സൈക്ലോഹെപ്റ്റാട്രൈനൈൽ കാറ്റയോൺ ആണ്. ട്രൈനൈൽ കാറ്റയോൺ എന്ന് പറയുമ്പോൾ ഹെപ്റ്റ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം ഉണ്ട്, ട്രൈനൈൽ എന്ന് പറയുമ്പോൾ 3 ഉണ്ട്, കാറ്റയോൺ എന്ന് പറയുമ്പോൾ 3 × 2 6 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. 6 പൈ ഇലക്ട്രോൺ ഈസ് പ്ലാനർ ആണ്, അത് അരോമാറ്റിക് ആണ്. Question number 7. Which of the following is not a requirement for aromaticity? അരോമാറ്റിസിറ്റിയുടെ റിക്വയർമെൻറ്റിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സൈക്ലിക് സ്ട്രക്ചർ, ഓപ്ഷൻ ബി പ്ലാനാരിറ്റി, ഓപ്ഷൻ സി ഫുള്ളി കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ്, ഓപ്ഷൻ ഡി പ്രസൻസ് ഓഫ് ഹെറ്ററോ ആറ്റം. അതിനകത്ത് പ്രസൻസ് ഓഫ് ഹെറ്ററോ ആറ്റം എന്നുള്ളത് ഒരു റിക്വയർമെൻ്റ് അല്ല, പ്രസൻസ് ഓഫ് ഹെറ്ററോ ആറ്റം അത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ, ഹെറ്ററോ ആറ്റംസ് മേ കോൺട്രിബ്യൂട്ട് ടു അരോമാറ്റിസിറ്റി ബട്ട് നോട്ട് ആൻ എസെൻഷ്യൽ കീ ക്രൈറ്റീരിയ ആർ സൈക്ലിക്, പ്ലാനാർ, കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം വിത്ത് 4n+2 പൈ ഇലക്ട്രോൺ സിസ്റ്റം. 4n+2 പൈ ഇലക്ട്രോൺ മീൻസ് should obey Huckel's rule. എട്ടാമത്തെ ചോദ്യം, വിച്ച് ദ ഫോളോയിങ് സ്പീഷീസ് ഇസ് അരോമാറ്റിക്? ഇതിനകത്ത് അരോമാറ്റിക് ഏതാണ്? മെയിൻലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അരോമാറ്റിസിറ്റിയിൽ നിന്ന് കിട്ടുക. ഓപ്ഷൻ എ സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ, ഓപ്ഷൻ ബി സൈക്ലോപെൻറ്റാഡൈനൈൽ കാറ്റയോൺ, ഓപ്ഷൻ സി സൈക്ലോബ്യൂട്ടാഡൈനൈൽ ആനയോൺ, ഓപ്ഷൻ ഡി സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്, സൈക്ലോപെൻറ്റാഡൈനൈൽ ആനയോൺ ആണ് കറക്റ്റ് ആൻസർ. 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, പ്ലാനർ ഉണ്ട്, കോൺജുഗേറ്റഡ് ആണ്. സൈക്ലോബ്യൂട്ടാഡൈനൈൽ ആനയോൺ എന്ന് പറയുമ്പോൾ 2, 4, 6 വരുന്നുണ്ട്, പക്ഷേ അവിടെ അടുത്തായിട്ട് നമുക്ക് ബെൻസീൻ്റെ സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റിയിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് PYQ CSIR നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ? ബെൻസീൻ്റെ സ്റ്റെബിലിറ്റീനെ ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്, ഓപ്ഷൻ ബി ഇറ്റ് അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ easily, option C it has delocalized pi electrons over the ring, option D it is a 6-membered saturated ring. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. ഇറ്റ് ഹാസ് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് ഓവർ ദ റിംഗ്. ബെൻസീൻസ് പൈ ഇലക്ട്രോൺസ് ആർ ഡീലോക്കലൈസ്ഡ് ഓവർ ദ 6 carbon atoms, creating a resonance stabilized structure. This delocalization is the reason for its high thermodynamic stability. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബെൻസീൻ്റെ സ്റ്റെബിലിറ്റീനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? രണ്ടാമത്തത് ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ബെൻസീൻ? ബെൻസീനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഓൾ കാർബൺ bond lengths are equal. Option B benzene undergoes electrophilic substitution reaction. Option C benzene is highly reactive towards addition reaction. Option D benzene has resonance energy. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബെൻസീൻ ഈസ് ഹൈലി റിയാക്റ്റീവ് ടുവേർഡ്സ് അഡീഷൻ റിയാക്ഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ബെൻസീൻ റെസിസ്റ്റ് അഡീഷൻ റിയാക്ഷൻസ് ബിക്കോസ് ദേ വുഡ് ഡിസ്ട്രപ്റ്റ്സ് ഇറ്റ്സ് അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ അഡീഷൻ റിയാക്ഷനെ ബെൻസീൻ ശരിക്കും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അത് അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ നശിപ്പിക്കുന്നത് കാരണം. ഇറ്റ് പ്രിഫേഴ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ടു പ്രിസർവ് അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻസീൻ ചൂസ് ചെയ്യുന്നത് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ?
ചോദ്യം, വാട്ട് ഈസ് ദി കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് ഇൻ ബെൻസീൻ? ബെൻസീനിലെ കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത് എത്രയാണ്? ഓപ്ഷൻ എ 1.20 ആങ്സ്ട്രം, ഓപ്ഷൻ ബി 1.34 ആങ്സ്ട്രം, ഓപ്ഷൻ സി 1.39 ആങ്സ്ട്രം, ഓപ്ഷൻ ഡി 1.47 ആങ്സ്ട്രം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1.39 ആങ്സ്ട്രം ആണ്. എക്സ്പ്ലനേഷൻ, ഓൾ കാർബൺ കാർബൺ ബോണ്ട്സ് ഇൻ ബെൻസീൻ ആർ ഓഫ് ഈക്വൽ ലെങ്ത് 1.39 ആങ്സ്ട്രം വിച്ച് ലൈസ് ബിറ്റ്വീൻ എ ടിപ്പിക്കൽ സിംഗിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ട്. സിംഗിൾ ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.54 ആങ്സ്ട്രോം, ഡബിൾ ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.34 ആങ്സ്ട്രോം ആണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ആ രണ്ട് ബോണ്ട് ലെങ്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന 1.39 ആങ്സ്ട്രോം ആണ് ബെൻസീൻ കാണിക്കുന്നത്, കാരണം റെസൊണൻസ് ആണ്. വീണ്ടും അഞ്ചാമത്തെ ചോദ്യം ഒരു PYQ ആണ്, കേരള PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബെൻസീൻ? ബെൻസീനിലെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ പ്രസൻസ് ഓഫ് ഓൺലി സിംഗിൾ ബോണ്ട്, ഓപ്ഷൻ ബി ഈക്വൽ ബോണ്ട് ലെങ്ത്സ്, ഓപ്ഷൻ സി ഫോർമേഷൻ ഓഫ് ഡൈൻ, ഓപ്ഷൻ ഡി അഡീഷൻ ഓഫ് ഹാലജൻസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബെൻസീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഈക്വൽ ബോണ്ട് ലെങ്ത്സ് ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ നോക്കിയാൽ ഡീലോക്കലൈസേഷൻ കോസസ് ബോണ്ട് ലെങ്ത്സ് ഇൻ ബെൻസീൻ ടു ബിക്കം ഈക്വൽ, കൺഫേമിംഗ് ദി റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഈക്വൽ ബോണ്ട് ലെങ്ത് വരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഡീലോക്കലൈസേഷൻ ആണ്. ആറാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ഓഫ് ബെൻസീൻ? ബെൻസീൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ ഹൈബ്രിഡ് സ്ട്രക്ചർ, ഓപ്ഷൻ ബി ടെട്രാഹിഡ്രൽ മോഡൽ, ഓപ്ഷൻ സി ന്യൂമൻ പ്രൊജക്ഷൻ, ഓപ്ഷൻ ഡി വെഡ്ജ് ഫോർമുല. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹൈബ്രിഡ് സ്ട്രക്ചർ. എക്സ്പ്ലനേഷൻ നോക്കാം. ദ റെസൊണൻസ് ഹൈബ്രിഡ് മോഡൽ അക്യുറേറ്റ്ലി റെപ്രസെൻറ്റ്സ് ബെൻസീൻ കമ്പൈനിങ് ദി ടു കെക്കുലി സ്ട്രക്ചേഴ്സ് ഇൻ ടു വൺ ഡീലോക്കലൈസ്ഡ് മോഡൽ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ബെൻസീൻ? ബെൻസീനിൻ്റെ കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? ഓപ്ഷൻ എ SP, ഓപ്ഷൻ ബി SP2, ഓപ്ഷൻ സി SP3, ഓപ്ഷൻ ഡി DsP2. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, നമുക്കറിയാം ബെൻസീനിൽ ഓരോ കാർബൺ ആറ്റത്തിനും ഡബിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഓപ്ഷൻ ബി SP2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഈച്ച് കാർബൺ ഇൻ ബെൻസീൻ ഈസ് SP2 ഹൈബ്രിഡൈസ്ഡ് ഫോമിംഗ് സിഗ്മ ബോണ്ട്സ് വൈൽ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഫോംസ് ദി പൈ സിസ്റ്റം. എട്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദി സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ? സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീന് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പ്ലാനാരിറ്റി, ഓപ്ഷൻ ബി കോൺജുഗേഷൻ, ഓപ്ഷൻ സി SP2 ഹൈബ്രിഡൈസേഷൻ, ഓപ്ഷൻ ഡി പ്രസൻസ് ഓഫ് ലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്കറിയാം ബെൻസീനകത്ത് ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. എക്സ്പ്ലനേഷൻ, ഡീലോക്കലൈസേഷൻ നോട്ട് ലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഈസ് എസെൻഷ്യൽ ഫോർ ദി അരോമാറ്റിക് സ്റ്റെബിലിറ്റി. അപ്പോൾ അരോമാറ്റിക് സ്റ്റെബിലിറ്റിക്ക് ആവശ്യം വേണ്ടത് ഡീലോക്കലൈസേഷൻ ആണ്. അഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, IIT ജാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് true for benzene? Option A, benzene behaves as an alkene. Option B, benzene is less stable than 1,3,5 cyclohexatriene. Option C, benzene is more stable due to resonance. Option D, benzene has alternating single and double bonds only. അപ്പോൾ ഇവിടെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബെൻസീന് ട്രൂ ആയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ തന്നെ ഓപ്ഷൻ സി ആണ്, ബെൻസീൻ ഈസ് മോർ സ്റ്റേബിൾ ഡ്യൂ ടു റെസൊണൻസ്. റെസൊണൻസ് ആണ് ഇവിടെ ബെൻസീന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ദ റെസൊണൻസ് എനർജി 150 kJ/mol മേക്സ് ബെൻസീൻ മച്ച് മോർ സ്റ്റേബിൾ ദാൻ ഹൈപ്പോത്തറ്റിക്കൽ ട്രൈൻ. ബാക്കിയുള്ള എല്ലാ ട്രൈനിനെക്കാട്ടിലും ബെൻസീന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് റെസൊണൻസ് എനർജി ആയിട്ടുള്ള 150 kJ/mol ആണ്. ആൻഡ് നമ്മുടെ പത്താമത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ടു ഫോം ഡീലോക്കലൈസ്ഡ് പൈ സിസ്റ്റം ഇൻ ബെൻസീൻ? ബെൻസീനിലെ ഡീലോക്കലൈസ്ഡ് പൈ സിസ്റ്റത്തിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ SP ഓവർലാപ്പിംഗ്, ഓപ്ഷൻ ബി SP2 ഓവർലാപ്പിംഗ്, ഓപ്ഷൻ സി PP ഓവർലാപ്പിംഗ്, ഓപ്ഷൻ ഡി DP ഓവർലാപ്പിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, PP ഓവർലാപ്പിംഗ് ആണ്. അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽസ് ഓൺ അഡ്ജസന്റ് കാർബൺ ആറ്റംസ് ഓവർലാപ്പ് സൈഡ് വേസ് ടു ഫോം എ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് അബോവ് ദി ന്യൂ റിംഗ്. അപ്പോൾ നമ്മൾ ബെൻസീൻ്റെ സ്ട്രക്ചറിലേക്ക് പോയാൽ തന്നെ അവിടെ PP ഓവർലാപ്പിംഗ് ആണ് കാണാൻ പറ്റുന്നത്. അഗെയിൻ നമ്മൾ പോകുന്നതാണ് അടുത്ത സെഷനിലേക്കാണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇൻ ബെൻസീൻ. അവിടെ ആദ്യത്തെ ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, CSIR നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഈസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഇൻ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനിലെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഫോർമേഷൻ ഓഫ് സിഗ്മ കോംപ്ലക്സ് ദാറ്റ് ഈസ് അറീനിയം അയോൺ, ഓപ്ഷൻ ബി അറ്റാക്ക് ഓഫ് ബെൻസീൻ ഓൺ ഇലക്ട്രോഫൈൽ, ഓപ്ഷൻ സി ലോസ് ഓഫ് പ്രോട്ടോൺ ഫ്രം ഇന്റർമീഡിയറ്റ്, ഓപ്ഷൻ ഡി ഫോർമേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ.
അപ്പോൾ ഇവിടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചത്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറീനിയം അയോണിൻ്റെ ഫോർമേഷൻ ആണ്. സോ ഫോർമേഷൻ ഓഫ് സിഗ്മ കോംപ്ലക്സ് ദാറ്റ് ഈസ് അറീനിയം അയോൺ. എക്സ്പ്ലനേഷൻ: ദ സ്ലോവസ്റ്റ് ആൻഡ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഇൻ ഇലക്ട്രോഫിലിക് aromatic substitution is the formation of the high energy arenium ion by electrophile attack on the aromatic ring. അപ്പോൾ aromatic ringലെ ഇലക്ട്രോഫൈൽ അറ്റാക്ക് വഴി ഫോം ചെയ്യുന്ന അറീനിയം അയോണിൻ്റെ ഫോർമേഷൻ ആണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പും. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പുമായിട്ട് വരുന്നത് ഇലക്ട്രോഫൈലിക് aromatic substitutionൽ. അഗെയിൻ രണ്ടാമത്തെ ചോദ്യം വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. വിച്ച് കോമ്പൗണ്ട് അണ്ടർഗോസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫാസ്റ്റസ്റ്റ്? ഏത് കോമ്പൗണ്ട് ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഹൈ സ്പീഡിൽ നടത്തുന്നത്? ഓപ്ഷൻ എ നൈട്രോബെൻസീൻ, ഓപ്ഷൻ ബി ടൊലുവീൻ, ഓപ്ഷൻ സി ബെൻസീൻ, ഓപ്ഷൻ ഡി ക്ലോറോബെൻസീൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ ടൊലുവീൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ദ മീഥൈൽ ഗ്രൂപ്പ് ഈസ് ആൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടൊലുവീൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിലൊക്കെ ഒരു CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ അതാണ് ടൊലുവീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ദാറ്റ് ആക്ടിവേറ്റ്സ് ദ റിംഗ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് അറ്റാക്ക്. അത് ഇലക്ട്രോഫിലിക് അറ്റാക്കിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അതേസമയം നൈട്രോയോ ക്ലോറോയോ ആണെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്യിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നൈട്രോ ഗ്രൂപ്പും ക്ലോറോ ഗ്രൂപ്പും ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പ്സ് ആണ്. അവർ ഈ റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺസിനെ വീണ്ടും വലിച്ചെടുത്തിട്ട് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആക്കും, റിങ്ങിനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആക്കും. അപ്പോൾ അത് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. മൂന്നാമത്തെ ചോദ്യം: ഇൻ നൈട്രേഷൻ ഓഫ് ബെൻസീൻ ദ ആക്ച്വൽ ഇലക്ട്രോഫൈൽ ഈസ്. നൈട്രേഷൻ ഓഫ് ബെൻസീനിലെ ആക്ച്വൽ ഇലക്ട്രോഫൈൽ ആരാണ്? ഓപ്ഷൻ എ HNO3, ഓപ്ഷൻ ബി NO2+, ഓപ്ഷൻ സി HSO4-, ഓപ്ഷൻ ഡി NO2. ഇലക്ട്രോഫൈൽ ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണെങ്കിൽ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഓപ്ഷൻ ബി NO2+ ആണ്. എക്സ്പ്ലനേഷൻ: ഇൻ പ്രസൻസ് ഓഫ് H2SO4 ആൻഡ് HNO3 ജനറേറ്റ്സ് നൈട്രോണിയം അയോൺ NO2+. ദ ആക്ച്വൽ ഇലക്ട്രോഫൈൽ ഇൻ ദ നൈട്രേഷൻ റിയാക്ഷനിലുള്ള ആക്ച്വൽ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2+ ആണ്. അഗെയിൻ ഒരു PYQ ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ക്ലോറിനേഷൻ ഓഫ് ബെൻസിൻ ഇൻ പ്രസൻസ് ഓഫ് FeCl3? ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ബെൻസീനെ ക്ലോറിനേഷൻ നടത്തി കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അപ്പം ബെൻസീൻ ക്ലോറൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോറോ ബെൻസീൻ ആയിരിക്കും. C6H5Cl, ദാറ്റ് ഈസ് ഓപ്ഷൻ എ വിൽ ബി ദി കറക്റ്റ് ആൻസർ. ബെൻസീൻ റിയാക്ട് ടു ദ Cl2 ഇൻ പ്രസൻസ് ഓഫ് FeCl3, എ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ടു ഫോം ക്ലോറോ ബെൻസീൻ. അഞ്ചാമത്തെ ചോദ്യം: which of the following is not an electrophilic substitution reaction? Electrophilic substitution reaction അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഹാലോജനേഷൻ, ഓപ്ഷൻ ബി ഫ്രീഡർക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഓപ്ഷൻ സി നൈട്രേഷൻ, ഓപ്ഷൻ ഡി ഹൈഡ്രോജനേഷൻ. അപ്പോൾ ഇവിടെ ഹൈഡ്രോജനേഷൻ ആയിരിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലാത്തത്. നോക്കിക്കേ, ഇവിടെ നിന്ന് ESR, അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ നമുക്ക് CNS ആൽക്കസൈ എന്ന് പറയുന്ന കോഡ് വെച്ച് പഠിക്കാം. CNS ആൽക്കസൈ. ഇവിടെ CN എന്ന് പറയുന്നത് ക്ലോറിനേഷൻ, അല്ലെങ്കിൽ ഇതിനെ പൊതുവേ നമുക്ക് ഹാലോജനേഷൻ എന്ന് പറയാം. N എന്ന് പറയുന്നത് നൈട്രേഷൻ, അതായത് നമ്മുടെ നൈട്രോണിയം ഗ്രൂപ്പ് വെച്ച് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ചിട്ട് നടത്തുന്ന റിയാക്ഷൻ. ഇനി S എന്ന് പറയുന്നത് സൾഫോണേഷൻ ആണ്. അവിടെ നമുക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 മാത്രം മതി സൾഫോണേഷൻ നടത്താൻ. ഇനി ഈ ആൽക്ക് അസൈ എന്നുള്ളത് നമുക്ക് രണ്ടും ഫ്രീഡർക്രാഫ്റ്റിൻ്റെ ആൽക്കൈലേഷനും ഫ്രീഡർക്രാഫ്റ്റിൻ്റെ അസൈലേഷനുമാണ്. അവിടെ നമുക്ക് FC കാറ്റലിസ്റ്റ് വേണം, അതായത് ഒരു ലൂയിസ് ആസിഡ് വേണം, ആൽക്കൈലേഷനും അസൈലേഷനും. അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലൂയിസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അലുമിനിയം ക്ലോറൈഡാണ്, AlCl3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്: ക്ലോറിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ആൽക്കൈലേഷൻ, അസൈലേഷൻ. Again move to the question number 6. Function of AlCl3 in Friedcraft reaction. Friedcraft reaction AlCl3 യുടെ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ജനറേറ്റ് കാർബോകാറ്റയോൺ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, ഓപ്ഷൻ ബി ആക്ട് ആസ് എ ബേസ്, ഓപ്ഷൻ സി പ്രൊവൈഡ് ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി റിമൂവ് വാട്ടർ. ഇവിടെ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് ജനറേറ്റ് കാർബോകാറ്റയോൺ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് കാർബോകാറ്റയോണെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൂയിസ് ആസിഡ് ആണ് AlCl3 എന്ന് പറയുന്നത്. സോ AlCl3 ഈസ് എ ലൂയിസ് ആസിഡ് ദാറ്റ് അബ്സ്ട്രാക്ട് ദി ഹാലൈഡ് അയോൺ ഫ്രം ദി ആൽക്കൈൽ ഹാലൈഡ് ടു ഫോം ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇലക്ട്രോഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൂയിസ് ആസിഡ് ആണ് AlCl3. കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7 പോവാം. ഇൻ സൾഫോണേഷൻ ഓഫ് ബെൻസീൻ ദ ഇലക്ട്രോഫൈൽ ഈസ്. സൾഫോണേഷൻ ഓഫ് ബെൻസീനിലെ ഇലക്ട്രോഫൈൽ എന്താണ്?
Option A SO2 minus, option B SO3, option A SO2, option B SO3, option C HSO4 minus, option D H2SO4. അപ്പോൾ ഈ സൾഫർനേഷൻ ഓഫ് ബെൻസീനിലെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി SO3 ആണ്. സൾഫർ ട്രയോക്സൈഡ് ആക്ട് ആസ് ദി ഇലക്ട്രോഫൈൽ എസ്പെഷ്യലി ഇൻ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 മാത്രം മതി ആക്ച്വലി സൾഫർനേഷൻ നടത്താൻ വേണ്ടി. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് നമുക്ക് സൾഫർ ട്രയോക്സൈഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് ദ ഇലക്ട്രോഫൈൽ. Again, question number 8. During electrophilic substitution, the intermediate species formed. Electrophilic substitution ഉണ്ടാവുന്ന intermediate species ഏതാണ്? Option A carbocation, option C free radical, option D arenium ion. ഇവിടെ during electrophilic substitution the intermediate species formed ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ arenium ion ആണ് intermediate form ചെയ്യുന്നത്. The intermediate is the resonance stabilized carbocation called the arenium ion. അപ്പോൾ resonance stabilized ആയിട്ടുള്ള ഒരു carbocation ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അത് arenium ion എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സിഗ്മ കോംപ്ലക്സ് ആണ്. വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ 9 ഒരു PYQ ആണ്. IIT ജാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പൊസിഷൻ വിൽ OH ഗ്രൂപ്പ് ഡയറക്റ്റ് ന്യൂ ഇലക്ട്രോഫൈൽസ് ഇൻ ബെൻസീൻ റിംഗ്? OH ഗ്രൂപ്പ് ഏത് ഡയറക്റ്റിംഗ് ആണ്? മെറ്റാ ഡയറക്റ്റിംഗ് ആണോ, ഓർത്തോ ഡയറക്റ്റിംഗ് ആണോ, പാരാ ഡയറക്റ്റിംഗ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്, ഓപ്ഷൻ ബി മെറ്റാ ഡയറക്റ്റിംഗ്, ഓപ്ഷൻ സി മെറ്റാ ഓൺലി, ഓപ്ഷൻ ഡി ഓർത്തോ ഓൺലി. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ് ആണ്. OH ഈസ് ആൻ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. OH എന്ന് പറയുന്ന ഒരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ആക്ടിവേറ്റിംഗ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇറ്റ് ഡയറക്ട്സ് ന്യൂ സബ്സ്റ്റിറ്റ്യൂവൻസ് ടു ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് വിയ റെസൊണൻസ്. അപ്പോൾ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോവാണ്. വൈ ഡസ് NO2 ഗ്രൂപ്പ് റെഡ്യൂസ് റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ബെൻസീൻ? ബെൻസീനിലെ റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയ്ക്കുന്നത്, NO2 ഗ്രൂപ്പ് കുറയ്ക്കുന്നതിന് കാരണം എന്താണ്? വൈ ഡസ് NO2 ഗ്രൂപ്പ് റിഡ്യൂസസ് ദ റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ബെൻസീൻ? ഓപ്ഷൻ എ ഇറ്റ് ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി, ഓപ്ഷൻ ബി ഇറ്റ് ആക്ടിവേറ്റ്സ് ബെൻസീൻ റിംഗ്, ഓപ്ഷൻ സി ഇറ്റ് വിഡ്രോസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം ദ റിംഗ്, ഓപ്ഷൻ ഡി ഇറ്റ് ഡൊണേറ്റ്സ് ലോൺ പെയർ ഇൻ ടു ദ റിംഗ്. അപ്പോൾ NO2 ഗ്രൂപ്പ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റേറ്റിനെ കുറയ്ക്കുന്നതിന് കാരണം എന്താ? NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇറ്റ് വിഡ്രോസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം ദ റിംഗ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇറ്റ് വിഡ്രോസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്രം ദ റിംഗ്. എക്സ്പ്ലനേഷൻ: ദ നൈട്രോ ഗ്രൂപ്പ് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഡീആക്ടിവേറ്റിംഗ് ദ റിംഗ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ലെസ് റിയാക്റ്റീവ് ടു ഇലക്ട്രോഫൈൽ. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുവാണ്. ദെയർബൈ ഇറ്റ് വിൽ റെഡ്യൂസ് ദി റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ബെൻസീൻ. അടുത്തായിട്ട് നമുക്ക് നെയിംഡ് റിയാക്ഷൻസിൽ നിന്നുള്ളൊരു 10 ചോദ്യങ്ങൾ നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. CSIR നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇൻവോൾവ്സ് ദി ഫോർമേഷൻ ഓഫ് ഡയസോണിയം സോൾട്ട്? ഡയസോണിയം സോൾട്ട് ഫോം ചെയ്യുന്നത്, ഇത് ശരിക്കും നമ്മളുടെ 12th കെമിസ്ട്രി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇൻവോൾവ്സ് ദി ഫോർമേഷൻ ഓഫ് ഡയസോണിയം സോൾട്ട്? ഡയസോണിയം സോൾട്ട് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഏത്? ഓപ്ഷൻ എ സാൻമേയസ് റിയാക്ഷൻ, ഓപ്ഷൻ ബി കനിസാരോ റിയാക്ഷൻ, ഓപ്ഷൻ സി ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ, ഓപ്ഷൻ ഡി വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ സാൻമേയർ റിയാക്ഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സാൻമേയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾക്ക് ക്ലോറോബെൻസിൻ അല്ലെങ്കിൽ ബ്രോമോബെൻസിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതായത് ഹാലോ അരീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷനാണ് സാൻമേയസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ആദ്യമേ നമ്മൾ അനിലിനാണ് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ അനിലിനെ എടുത്തിട്ട് അതിനെ നമ്മൾ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക, ഐസ് കോൾഡ് സൊല്യൂഷനിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഐസ് കോൾഡ് ആയി നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടും. എന്ത് കിട്ടും? ബെൻസീൻ ഡയാസോണിയം. ഡയാസോ മീൻസ് N2+, ഡയാസോണിയം മീൻസ് IUM മീൻസ് പ്ലസ് ചാർജ്, ക്ലോറൈഡ് മീൻസ് Cl- ചാർജ്. അപ്പോൾ ഇതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അപ്പോൾ സാൻമേയസ് റിയാക്ഷൻ ആണ് ഞാനിപ്പോൾ എഴുതുന്നത്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ കോപ്പർ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് HClന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും ക്ലോറോബെൻസീൻ കിട്ടും. അതായത് ഈ N2+ പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? ക്ലോറോബെൻസീൻ കിട്ടും. അഗെയിൻ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ കോപ്പർ CuBr2 ഇൻ പ്രസൻസ് ഓഫ് HBrന്റെ പ്രസൻസിൽ CuBruമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ CuCl ആണ്. CuCl അല്ലെങ്കിൽ CuBr ഇൻ പ്രസൻസ് ഓഫ് HBr ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്രോമോബെൻസീൻ കിട്ടും. മെയിൻലി ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനും ആണ് പറയുന്നത്. അങ്ങനെ ക്ലോറോബെൻസിൻ്റെയും ബ്രോമോബെൻസിൻ്റെയും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്ന ഒരു നെയിംഡ് റിയാക്ഷനാണ് സാൻമേയസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഇനി അടുത്തത് കെന്നിസാരോ റിയാക്ഷൻ എന്ന് പറയും. കെന്നിസാരോ റിയാക്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. കെന്നിസാരോ റിയാക്ഷനിൽ ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ് കെന്നിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആസിഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, ആസിഡ് സോൾട്ട് ആണ് കിട്ടുന്നത്. നമുക്ക് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ, ഒരു ആൽക്കഹോളും ഒരു ആസിഡുമാണ് അവിടെ ഉണ്ടാവുന്നത്. അടുത്ത ഫ്രീഡക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പിന്നെ വുഡ്സ് റിയാക്ഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കെയിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആൽക്കെയിൻസ് ഉണ്ടാക്കുന്ന ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആ വുഡ്സ് റിയാക്ഷൻ ശരിക്കും നടക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിലാണ്. RX വെൻ റിയാക്ട് വിത്ത് സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ സോഡിയം മെറ്റലുമായിട്ട് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ RR ഫോം ചെയ്യണമെങ്കിൽ ഞാനിവിടെ 2 മോളിക്യൂൾ ഇട്ടു. 2RX റിയാക്ട് വിത്ത് 2Na gives R സിംഗിൾ ബോണ്ട് R പ്ലസ് 2 molecules of NaX എന്ന് കിട്ടി. ഇവിടെ ഈ RR എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഹാലോ ആൽക്കെയിനിൽ എത്ര R ഉണ്ടോ, അതായത് എത്ര കാർബൺ ആറ്റം ഉണ്ടോ, ഇപ്പോൾ 3 കാർബൺ ആറ്റം ആണ് ഉള്ളതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ എത്ര ഉണ്ടാവും? 3 6 കാർബൺ ആറ്റം ഉണ്ടാവും. അതായത് നമുക്ക് കിട്ടുന്ന ആൽക്കെയിനിൽ എപ്പോഴും ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും ഉണ്ടാവുക. അത് വുഡ്സ് റിയാക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. വുഡ്സ് റിയാക്ഷൻ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നിന്നാണ് ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനും നമുക്ക് സാൻമേയേഴ്സ് റിയാക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സാൻമേയർ റിയാക്ഷൻ യൂസസ് അറൈൽ ഡയസോണിയം സോൾട്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഡയാസോ ഗ്രൂപ്പ് വിത്ത്. അപ്പോൾ നമ്മളിവിടെ N2+, അതായത് ഈ N2+ ഡയാസോ ഗ്രൂപ്പിനെ ക്ലോറിനോ ബ്രോമിനോ സയനൈഡോ CN- യൂസ് ചെയ്തിട്ട് കോപ്പർ 1 സോൾട്ട് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് CuCl ഓർ CuBr അല്ലെങ്കിൽ CuBr അല്ലെങ്കിൽ CuCN ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കോപ്പർ 1 സാൾട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1 ആണ്. ഇനി അഗെയിൻ മൂവിംഗ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ റീമർ-ഹീമൻ റിയാക്ഷൻസ് ഈസ് യൂസ്ഡ് ടു ഫോം വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഫ്രം ഫിനോൾ. ഫിനോളിൽ നിന്ന് ഏത് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീമർ-ഹീമൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബെൻസാൽഡിഹൈഡ്, ഓപ്ഷൻ ബി സാലിസിൽ ആൽഡിഹൈഡ്, ഓപ്ഷൻ സി ടോളുവീൻ, ഓപ്ഷൻ ഡി ഫിനൈൽ അസറ്റിക് ആസിഡ്. അപ്പോൾ റീമർ-ഹീമൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ആൽഡിഹൈഡ് ഫോം ചെയ്യാൻ തന്നെയാണ്. ഏത് ആൽഡിഹൈഡ് ആണെന്ന് ചോദിച്ചാൽ സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീമർ-ഹീമൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. റീമർ-ഹീമൻ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സാലിസിൽ ആൽഡിഹൈഡ്. എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനോളും ക്ലോറോഫോമും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാലിസിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും വിയ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ഓർത്തോ പൊസിഷൻ. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ റീമർ-ഹീമൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡിൻ്റെ ഫോർമേഷൻ തന്നെയാണ്. ഏത് ആൽഡിഹൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് സാലിസിൽ ആൽഡിഹൈഡാണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് കൺവേർട്സ് ആൽക്കഹോൾ ടു ആൽക്കീൻ. ആൽക്കഹോളിനെ ആൽക്കീനാക്കി മാറ്റുന്നത് താഴെ പറയുന്നതിൽ ഏത് റിയാക്ഷൻ ആണ്? ഓപ്ഷൻ എ ആൽഡോൾ കണ്ടൻസേഷൻ, ഓപ്ഷൻ ബി ഡീഹൈഡ്രേഷൻ, ഓപ്ഷൻ സി കെന്നിസാരോ റിയാക്ഷൻ, ഓപ്ഷൻ ഡി വുൾഫ്-കിഷ്നർ റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുമ്പം നമുക്ക് ആൾഡോൾ ആണ്, അതായത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും ഒരു OH ഗ്രൂപ്പും കൂടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ആൾഡോൾ കണ്ടൻസേഷനിൽ ഉണ്ടാവുക. ഇനി ഡീഹൈഡ്രേഷനിൽ ഓഫ് കോഴ്സ് അവിടെ ആൽക്കഹോൾ എന്തായിട്ട് മാറും? ആൽക്കീനായിട്ട് മാറും അല്ലേ? ഡീഹൈഡ്രേഷൻ, അതായത് വാട്ടർ റിമൂവ് ചെയ്ത് കഴിയുമ്പം അവിടെ നമുക്കൊരു ആൽക്കീൻ ഫോം ചെയ്യും. കെന്നിസാരോ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് വുൾഫ്-കിഷ്നർ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുൾഫ്-കിഷ്നർ റിഡക്ഷൻ ശരിക്കും കാർബണൈൽ കോമ്പൗണ്ട് C-ഡബിൾ-ബോണ്ടോ കാർബണൈൽ കോമ്പൗണ്ട് ഏതൊരു ആൽഡിഹൈഡ് ആവാം കീറ്റോൺ ആവാം വെന്നിട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രസീൻ NH2 റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എ ബേസ് ആൻഡ് എത്തലീൻ ഗ്ലൈക്കോൾ. ഏതെങ്കിലും ഒരു ബേസും അതുപോലെ തന്നെ എത്തലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന സോൾവെന്റിന്റെ പ്രസൻസിലും ഇത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് O എന്നുള്ളത് മാറ്റിയിട്ട് അത് പകരം എന്താവും? ആൽക്കെയിൻ, അതായത് CH2 ആയിട്ട് മാറുന്ന ഒരു റിയാക്ഷനാണ് വുൾഫ്-കിഷ്നർ റിഡക്ഷൻ എന്ന് പറയുന്നത്. അറിയാം, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡബിൾ ബോണ്ട് ഓയിനെ മാറ്റിയിട്ട് അവിടെ നമ്മൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഉണ്ട്, അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ. ആ ഡബിൾ ബോണ്ട് ഓയിനെ നീക്കം ചെയ്തിട്ട് അവിടെ നമ്മൾ ഹൈഡ്രോജനെ ആഡ് ചെയ്യുന്നതാണ് വുൾഫ്-കിഷ്നർ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതും ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്ന് പറയുന്ന ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ് വുൾഫ്-കിഷ്നർ റിഡക്ഷനും. സെയിം ഇതേപോലെ തന്നെ വരുന്ന മറ്റൊരു റിയാക്ഷനാണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്ലെമൻസൺ റിഡക്ഷനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ C-ഡബിൾ-ബോണ്ടോ അതായത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ C-ഡബിൾ-ബോണ്ടോ വെൻ ഇറ്റ് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl, അതായത്
ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് അമാൽഗം ZnHg. അപ്പോൾ ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? റിഡക്ഷനാണ് സംഭവം. ഡബിൾ ബോണ്ട് ഓനെ നീക്കിയിട്ട് അവിടെ നമുക്ക് ആ ഡബിൾ ബോണ്ട് ഓയ്ക്ക് പകരം 2 ഹൈഡ്രജൻ വരും. ഡബിൾ ബോണ്ടിന് പകരം 2 ഹൈഡ്രജൻ, സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ വരും. ഇതാണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലെമൻസൺ റിഡക്ഷൻ പഠിച്ചു, ഹൊഫ്-കിഷ്നർ റിഡക്ഷൻ പഠിച്ചു, കാനിസാരോ റിയാക്ഷൻ പഠിച്ചു, മേളിൽ സാൻമേയർ റിയാക്ഷൻ പഠിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ മറ്റ് 2 നെയ്മഡ് റിയാക്ഷൻ കൂടി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഒരു PYQ ആണ്, കേരള PSC ചോദിച്ചിട്ടുള്ളതാണ്. ആൽഡോൾ കണ്ടൻസേഷൻ ഇൻവോൾവ്സ് വിച്ച് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ്? ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ആൽഡോൾ കണ്ടൻസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ കാർബോക്സിലിക് ആസിഡ്, ഓപ്ഷൻ ബി കീറ്റോൺസ് ആൻഡ് ആൽഡിഹൈഡ്സ് വിത്ത് ആൽഫ ഹൈഡ്രോജൻ ആറ്റം, ഓപ്ഷൻ സി എസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി ആൽക്കെയിൻസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കീറ്റോൺസ് ആൻഡ് ആൽഡിഹൈഡ്സ് വിത്ത് ആൽഫ ഹൈഡ്രോജൻ ആറ്റം. ആൽഫ ഹൈഡ്രോജൻ ആറ്റമുള്ള ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ആൽഡോൾ ഫോം ചെയ്യുവാണ്, കണ്ടൻസ് ചെയ്തിട്ട് ഒരു ആൽഡോൾ ഫോം ചെയ്യുവാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറയാം. ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആൽഡിഹൈഡ് ഉണ്ട്, വി ഹാവിങ് എൻ ആൽഡിഹൈഡ്. ഒരു ആൽഡിഹൈഡ് വെച്ചിട്ട് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. നമുക്കിപ്പം ആൽഫ ഹൈഡ്രോജൻ ആറ്റമുള്ള ആൽഡിഹൈഡ് വേണം. അതായത് നമുക്കിപ്പം CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിനെയാണ് നമ്മൾ ആൽഫ കാർബൺ ആറ്റം എന്ന് പറയുന്നത്. ഈ ആൽഫ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രോജൻ ആറ്റം വേണം. അപ്പം ഞാൻ CH3CHO എടുത്തു. അത് 2 മോളിക്യൂൾസ് CH3CHO എടുത്തിട്ട് ഞാൻ ഡൈല്യൂട്ട് NaOH റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്, ഹീറ്റ് ചെയ്യിക്കാൻ പോവാണ്. ഡൈല്യൂട്ട് NaOH ഇത് ഹീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടൻസേഷൻ നടക്കും. അതായത് ഇവിടെ ഫസ്റ്റ് CH3 CHOH CH2CHO ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ, ഈ ഒരു സിംഗിൾ പ്രോഡക്റ്റിൽ ഒരു ആൽക്കഹോളിക് പാർട്ടും ഉണ്ട്, ഒരു ആൽഡിഹൈഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ടോട്ടലി മൊത്തത്തിൽ നമ്മൾ ആൽഡ് OL, ആൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ആൽക്കഹോളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഓൾ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കീറ്റോൺസ് അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് വിത്ത് ആൽഫ ഹൈഡ്രോജൻ ആറ്റം വേണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച എക്സ്പ്ലനേഷൻ, ആൽഡോൾ റിയാക്ഷൻ റിക്വയർസ് കോമ്പൗണ്ട്സ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 ആൽഫ ഹൈഡ്രോജൻ ആറ്റം ടു ഫോം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺ. ഇവിടെ നോക്കിക്കേ, ഈ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റമാണ് ആൽഫ. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കാർബൺ ആറ്റത്തിനെ നമ്മൾ ബീറ്റ എന്ന് പറയും. ഈ ബീറ്റയിൽ ആരാ ഉള്ളത്? OH ഗ്രൂപ്പ്, അതായത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വീണ്ടും 5ാമത്തെ ചോദ്യം, ഇൻ ദി കന്നിസാരോ റിയാക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഒക്കേഴ്സ്? കന്നിസാരോ റിയാക്ഷനിൽ ഒക്കർ ചെയ്യുന്ന ഏത് ഓപ്ഷൻ ആണ്? ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് കീറ്റോൺസ്, ഓപ്ഷൻ ബി ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രോജൻ ആറ്റം, ഓപ്ഷൻ സി ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്, ഓപ്ഷൻ ഡി ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പം ഞാൻ നേരത്തെ എത്ര ക്വസ്റ്റ്യൻ വന്നാലും അതിനകത്തെല്ലാം ഡിസ്പ്രപ്പോർഷനേഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ഈ ചോദ്യം വന്നിരിക്കുന്നതിനകത്ത് ഓപ്ഷനകത്ത് എല്ലാം ഡിസ്പ്രപ്പോർഷനേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ, ഇത് വന്നിരുന്നെങ്കിൽ കഷ്ടമായേനെ. അപ്പോൾ ഇൻ ദ കന്നിസാരോ റിയാക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഒക്കേഴ്സ്? എന്താണ് സംഭവിക്കുന്നത്? കന്നിസാരോ റിയാക്ഷനിൽ ആക്ച്വലി ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രോജൻ ആറ്റമാണ് സംഭവിക്കുന്നത്. ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്, പക്ഷേ അവിടെ ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രോജൻ ആറ്റം. നമ്മൾ നേരത്തെ ആൽഡോൾ പറഞ്ഞു, ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ വിത്ത് ആൽഫ ഹൈഡ്രോജൻ ആറ്റം. ഇത് ആൽഡിഹൈഡ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രോജൻ ആറ്റം ആയിരിക്കും കന്നിസാരോ റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് കിട്ടുന്നതാണ് നമുക്ക് ആൽക്കഹോളും നമ്മുടെ ആസിഡിൻ്റെ സോൾട്ടും കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രോജൻ ആണ്. 1 ആൽഡിഹൈഡ് മോളിക്യൂൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു ആസിഡ്. ഇവിടെ 2 മോളിക്യൂളാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ആൽഡിഹൈഡ് ആസിഡായിട്ട് ഓക്സിഡൈസ് ചെയ്യും. ആൻഡ് ദി അനദർ വൺ ഈസ് റെഡ്യൂസ്ഡ് ടു ആൽക്കഹോൾ. മറ്റേത് എന്തായാലും ആൽക്കഹോളായിട്ട് റെഡ്യൂസ് ചെയ്യും. ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ മറ്റിടത്ത് നമ്മൾ ഡൈല്യൂട്ട് NaOH ആയിരുന്നു എടുത്തത്. മറ്റിടത്തെന്ന് പറഞ്ഞാൽ ഏതാ? ആൽഡോൾ കണ്ടൻസേഷനിൽ ഡൈല്യൂട്ട് NaOH ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ്. കോൺസെൻട്രേറ്റഡ് KOH അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് NaOH ആയിരിക്കും ഉപയോഗിക്കുന്നത്. Again moving to another one question which is previously asked, the reagent used in Wolff-Kishner reduction. Wolff-Kishner reduction നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. Wolff-Kishner reductionൽ ഉപയോഗിച്ച റിയേജന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ NaBH4, ഓപ്ഷൻ ബി H2 bar Ni, ഓപ്ഷൻ സി ഹൈഡ്രസീൻ പ്ലസ് KOH, ഓപ്ഷൻ ഡി LiAlH4. ഓക്കെ, ഏതാണ് നമ്മൾ ഏതെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? Wolff-Kishner reduction എന്ന് പറഞ്ഞാൽ എന്താ? C ഡബിൾ ബോണ്ട് ഓയിനെ
പ്ലസ് ഹൈഡ്രസീൻ NH2 ഇൻ പ്രസൻസ് ഓഫ് KOH ആൻഡ് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് നമ്മൾ വൊക്കേഷണൽ റിഡക്ഷൻ നടത്തിയത്. അപ്പോൾ ഇവിടെ എന്നാ സംഭവം വരുന്നത്? കൊടുക്കിട്ട് വരുന്നത് ഒരു ഹൈഡ്രോ കാർബൺ ആണ് CH2. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിയേജൻ്റ് ആണ് അതുകൊണ്ട് ഇതാണ് റിയേജൻ്റ്. ഹൈഡ്രസീൻ പ്ലസ് KOH ആയിരിക്കും റിയേജൻ്റ് എന്ന് പറയുന്നത്. Okay, correct answer will be option C, hydrazine plus KOH. Functional reduction reduces aldehydes or ketones to alkanes using NH2 and KOH under heat. Again, നമ്മൾ ഏഴാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. Which of the following reaction is used for the preparation of alkanes from carboxylic acid? Carboxylic acidൽ നിന്ന് ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഇത് ക്ലാസ് 11 കെമിസ്ട്രിയിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ ഉത്തരം വരുന്നത് കോൾബ്സ് ഇലക്ട്രോളിസിസ് ആണ്. ഓപ്ഷൻ സി ആണ്. സാൻമെയർ നമ്മൾ ഓൾറെഡി. ഇവിടെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് പെർക്കിൻ റിയാക്ഷൻ ആണ്. പെർക്കിൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കോൾബ്സ് ഇലക്ട്രോളിസിസ് ആണ്. ഡീകാർബോക്സിലേഷൻ ഓഫ് കാർബോക്സിലേറ്റ് സോൾട്സ് ഇൻ അക്വസ് ഇലക്ട്രോളിസിസ് ഗീവ്സ് ആൽക്കീൻസ്. അതാണ് ശരിക്കും കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അഗെയിൻ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു സിന്തസൈസ് അസൈൽ ഡെറിവേറ്റീവ്സ് യൂസിങ് ആസിഡ് ക്ലോറൈഡ്സ് ആൻഡ് അരോമാറ്റിക് റിങ്സ്? ആസിഡ് ക്ലോറൈഡ്സും അരോമാറ്റിക് റിങ്സും ഉപയോഗിച്ച് അസൈൽ ഡെറിവേറ്റീവ്സിനെ സിന്തസൈസ് ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് മെത്തേഡാണ്? ഓപ്ഷൻ എ റീമർട്ടീമൻ, ഓപ്ഷൻ ബി ഫ്രീഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഓപ്ഷൻ സി ഫ്രീഡൽക്രാഫ്റ്റ് അസൈലേഷൻ, ഓപ്ഷൻ ഡി ആൻഡ് കാനിസാരോ റിയാക്ഷൻ. ആ ഓപ്ഷനിൽ തന്നെയുണ്ട് ഉത്തരം. അസൈൽ ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം എന്തായിരിക്കും? ഫ്രീഡൽക്രാഫ്റ്റ് അസൈലേഷൻ ആയിരിക്കും. ഓക്കെ, വീണ്ടും 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ? ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെന്റ് റിയാക്ഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഹോഫ്മാൻ റീഅറേഞ്ച്മെന്റ്, ഓപ്ഷൻ ബി സാൻമെയർ റിയാക്ഷൻ, ഓപ്ഷൻ സി കോൾബ് റിയാക്ഷൻ, ഓപ്ഷൻ ഡി ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ക്ലാസ് 12 ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനിൽ ആദ്യം ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. ഈ ബെൻസീൻ റിങ്ങിനെ നമ്മൾ കാർബൺ മോണോക്സൈഡും HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ലൂയിസ് ബേസ്ഡ് വേണം, FeBr3 AlCl3 ഏതെങ്കിലും, എന്ത് സംഭവിക്കും? ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ബെൻസ് ആൽഡിഹൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. കോൾബ് റിയാക്ഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. സാൻമെയേഴ്സ് റിയാക്ഷനും ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ ഏതായിരിക്കണം? ഹോഫ്മാൻ റീഅറേഞ്ച്മെൻ്റ് ആയിരിക്കും ഇൻട്രാമോളിക്കുലർ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോഫ്മാൻ റീഅറേഞ്ച്മെൻറ്റ് അമൈഡ് ഈസ് കൺവേർട്ടിംഗ് ടു അമീൻ വിത്ത് 1 കാർബൺ ലെസ്. അപ്പോൾ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ അമൈഡ് എന്തായിട്ട് മാറുവാണ്? അമീനായിട്ട് മാറുവാണ്. ഇവിടെ മാറുന്നത് ഇതാ പ്രൈമറി അമീനായിട്ടാണ് മാറുന്നത് വിത്ത് 1 കാർബൺ ലെസ്. ദ റിയാക്ഷൻ ഇൻവോൾവ്സ് മൈഗ്രേഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ മൈഗ്രേഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ടാവും. അഗെയിൻ ദ 10ാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഓപ്ഷൻ എ ബെൻസൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ ബി ബെൻസീൻ ഡയാസോണിയം സോൾട്ട്, ഓപ്ഷൻ സി ബെൻസാൽഡിഹൈഡ്, ഓപ്ഷൻ ഡി നൈട്രോബെൻസീൻ. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഏതാ ഉത്തരം? പറ, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത സീരീസിലേക്ക് പോവാം. അടുത്തായിട്ട് നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കാം, 15 ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിക്വയർഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് എ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? ഒരു ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഓപ്ഷൻ എ ഡ്രൈ ഈതർ, ഓപ്ഷൻ ബി ആൽക്കഹോൾ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ആൽക്കഹോൾ, ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. അപ്പോൾ നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുന്നത് ആ ഒരു റിയേജൻ്റ് ഇറ്റ്സ് ഈസ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയേജൻ്റ് ആണ്. അപ്പോൾ വാട്ടർ ഉണ്ടെങ്കിൽ, പ്രസൻസ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രിപ്പറേഷൻ നടക്കത്തില്ല. അത് വേഗം കൺവേർട്ടായി പോവും. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലായിരിക്കും നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ എ ഡ്രൈ ഈതർ. നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. Grignard reagents are highly reactive with water and alcohol. So they must be prepared in anhydrous condition, typically using dry ether as solvent. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ഈതർ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ആസ്. എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ RMgCl, ഓപ്ഷൻ ബി RMgR, ഓപ്ഷൻ സി RCl, ഓപ്ഷൻ ഡി RCOOH. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് എന്നാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ കോമൺ നെയിം, കെമിക്കൽ നെയിം പറയുന്നത്. ആൽക്കൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ഗ്രൂപ്പ്, മഗ്നീഷ്യം എന്ന് പറയുമ്പം Mg. ഇനി ഹാലൈഡ്, ഏത് ഹാലൈഡ് വേണേലും ആവാം. ഇവിടെ നമുക്ക് RMgCl എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാലൈഡ് RMgX ആണ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. സോ ദി ജനറൽ ഫോർമുല ഓഫ് എ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഈസ് RMgX, where X is a halogen like chlorine, bromine, iodine and R is an alkyl or aryl group. ക്ലിയർ അല്ലേ?
അടുത്ത മൂന്നാമത്തെ ചോദ്യം, വിച്ച് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ CH3Br, അതായത് ബ്രോമോമീഥേൻ. ഓപ്ഷൻ ബി C2H5Cl, അതായത് ക്ലോറോ ഈഥേൻ. ഓപ്ഷൻ സി C6H5I, അതായത് അയഡോ ബെൻസീൻ. ഓപ്ഷൻ ഡി CH3COOH, അതായത് അസറ്റിക് ആസിഡ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് ആണ്. ഓപ്ഷൻ ഡി ആണ്. എക്സ്പ്ലനേഷൻ, ഗ്രിഗ്നാർഡ് റിയേജൻസ് കനോട്ട് ബി പ്രിപ്പയർഡ് ഫ്രം അസിഡിക് കോമ്പൗണ്ട്സ്. അസിഡിക് കോമ്പൗണ്ട്സിൽ നിന്ന് നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇവിടെ അസിഡിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഓപ്ഷൻ ഡി വിൽ ബി ദി കറക്റ്റ് ആൻസർ. അടുത്തത് നാലാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് മഗ്നീഷ്യം ഇൻ ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നമുക്കറിയാം RMgX ആണ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ R എന്ന് പറയുന്നത് ആക്ച്വലി കാർബൺ കണ്ടെയ്നിങ് പാർട്ടായിരിക്കും, ആൽക്കൈൽ പാർട്ടാണ്. അപ്പോൾ ഈ Rഉം Mgയും തമ്മിലുള്ള ബോണ്ട് ഏത് തരത്തിലുള്ളതായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അയോണിക്, ഓപ്ഷൻ ബി കോവലന്റ്, ഓപ്ഷൻ സി പോളാർ കോവലന്റ്, ഓപ്ഷൻ ഡി കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ ഈ Rഉം Mgയും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് പോളാർ കോവലന്റ് ബോണ്ടാണ്. നമുക്കറിയാം മഗ്നീഷ്യം ഒരു മെറ്റലാണ്, ഇലക്ട്രോ പോസിറ്റീവാണ്, ഹൈലി ഇലക്ട്രോ പോസിറ്റീവാണ്. R എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് അപ്പോൾ പക്ഷേ ഈ R എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബണിൻ്റെ ടെട്രാവാലൻ്റ് നേച്ചർ ഉണ്ട്. കാർബൺ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് കോവലൻ്റ് ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പോളാർ നേച്ചറും കാണിക്കും, അതുപോലെ തന്നെ കോവലൻ്റ് ബോണ്ടിങ് കാണിക്കും. എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. ദ CMg ബോണ്ട് ഈസ് പോളാർ കോവലൻ്റ്. കാർബൺ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ മഗ്നീഷ്യം. സോ ദ ബോണ്ട് ഹാസ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓൺ കാർബൺ. അതുകൊണ്ട് തന്നെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കാർബണിൽ കാണും. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. What is the product when Grignard reagent react with the formaldehyde followed by hydrolysis? Grignard reagent ഫോമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോളൈസിന് വിധേയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്? നോക്കിക്കോണേ, ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്ലസ് ഫോർമാൽഡിഹൈഡ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റും ഫോമാൽഡിഹൈഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ്. മറ്റ് ഏത് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി ആൽക്കഹോളാണ്. ഓക്കെ, സോ ഇവിടെ ഉത്തരം വരുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണ്. Explanation, reaction with the formaldehyde gives a primary alcohol after hydrolysis. അപ്പോൾ ഹൈഡ്രോളൈസിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുക. ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ട്സ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ടു ഫോം എ സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ തരുന്നത് ആരാണ്? ഓപ്ഷൻ എ മെത്തനാൽ, ഓപ്ഷൻ ബി എത്തനാൽ, ഓപ്ഷൻ സി അസറ്റോൺ, ഓപ്ഷൻ ഡി CO2. അപ്പോൾ ഇവിടെ നമ്മളോട് മെത്തനാൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഫോർമാൽഡിഹൈഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ ആണെന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്നാ, സെക്കൻഡറി ആൽക്കഹോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാ. സെക്കൻഡറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്തനാൽ വേണം. ഓപ്ഷൻ ബി വിൽ ബി ദി കറക്റ്റ് ആൻസർ. എത്തനാൽ റിയാക്ട് വിത്ത് RMgX ടു ഗീവ് സെക്കൻഡറി ആൽക്കഹോൾ ആഫ്റ്റർ ഹൈഡ്രോളിസിസ്. ഇനി ക്വസ്റ്റൻ നമ്പർ 7ലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഈസ് സിന്തസൈസ്ഡ് വെൻ ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ട്സ് വിത്ത് CO2 ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പം ഏത് കോമ്പൗണ്ട് ആയിരിക്കും ഗ്രിഗ്നാർഡ് റിയേജന്റും കാർബൺ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ എ ആൽക്കഹോൾ, ഓപ്ഷൻ ബി കീറ്റോൺ, ഓപ്ഷൻ സി കാർബോക്സിലിക് ആസിഡ്, ഓപ്ഷൻ ഡി ഈതർ. അപ്പോൾ ഇവിടെ ഗ്രിഗ്നാർഡ് റിയേജന്റും കാർബൺ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഓപ്ഷൻ സി വിൽ ബി ദി കറക്റ്റ് ആൻസർ. ആൻഡ് എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോവാം. Grignard reagents react with the CO2 to form carboxylic acids ആഫ്റ്റർ അസിഡിക് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റും കാർബൺ ഡയോക്സൈഡും റിയാക്ട് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത് ഹൈഡ്രോളൈസിസിന് ശേഷം. അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി സിന്തസൈസ്ഡ് യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്ത് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നത് താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ ആൽക്കെയിൻ, ഓപ്ഷൻ ബി ആൽക്കീൻ, ഓപ്ഷൻ സി ആസിഡ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദി അബോവ് എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് വാട്ടറും ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആൽക്കെയിൻ ആണ് കിട്ടുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റും കാർബൺ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്താൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കാർബോക്സിലിക് ആസിഡ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റും കാർബണൈൽസും, അതായത് അത് മെത്തനാൽ ആവാം, എത്തനാൽ ആവാം. മെത്തനാൽ ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, ബാക്കിയുള്ള ഏത് ആൽഡിഹൈഡ് ആണെങ്കിലും സെക്കൻഡറി ആൽക്കഹോൾ, കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ. ദസ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ്. ഒൻപതാമത്തെ ചോദ്യം, റിയാക്ഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് വാട്ടർ. ഗ്രിഗ്നാർഡ് റിയേജന്റും വാട്ടറും കൂടെ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആൽക്കെയിൻ വിൽ ബി ദി പ്രോഡക്റ്റ്. ഓപ്ഷൻ എ ആൽക്കഹോൾ, ഓപ്ഷൻ ബി ആൽക്കെയിൻ, ഓപ്ഷൻ സി ആൽക്കീൻ, ഓപ്ഷൻ ഡി ഈതർ. ആൽക്കെയിൻ ആയിരിക്കും കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പത്താമത്തെ ചോദ്യം,
Grignard, which of the following must be avoided during Grignard reaction step? റിയാക്ഷൻ സെറ്റപ്പിൽ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻ എ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ ബി മോയ്സ്ചർ, ഓപ്ഷൻ സി ഈതർ, ഓപ്ഷൻ ഡി മഗ്നീഷ്യം ടേണിങ്സ്. അപ്പോൾ നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഹൈലി റിയാക്റ്റീവ് ആണ്. എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ അത് അതുമായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയാക്ഷൻ സെറ്റപ്പിൽ മോയ്സ്ചർ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ആൻഡ് എക്സ്പ്ലനേഷൻ: moisture means H2O, which destroys Grignard reagent, so the reaction should be conducted in anhydrous condition. Anhydrous conditionലായിരിക്കണം Grignard reagentന്റെ റിയാക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. 11ാമത്തെ ചോദ്യം: വെൻ Grignard reagent react with ketone. ഓൾറെഡി നമ്മൾ നേരത്തെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തായിരുന്നു. Grignard reagentും കീറ്റോണും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? കീറ്റോണുമായിട്ടാണ് Grignard reagent റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നത്. റിയാക്ഷൻ വിത്ത് കീറ്റോൺസ് ലൈക്ക് അസറ്റോൺ ഫോം ടെർഷ്യറി ആൽക്കഹോൾ. ടെർഷ്യറി ആൽക്കഹോൾ ആയിരിക്കും Grignard reagentുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. Question number 12. Grignard reagent is prepared by reacting. എങ്ങനെയാണ് നമുക്ക് Grignard reagentനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് മഗ്നീഷ്യം പ്ലസ് ട്രൈ ഈതർ, ഓപ്ഷൻ ബി ആൽക്കഹോൾ പ്ലസ് മഗ്നീഷ്യം പ്ലസ് ഈതർ, ഓപ്ഷൻ സി കാർബോക്സിലിക് ആസിഡ് പ്ലസ് മഗ്നീഷ്യം, ഓപ്ഷൻ ഡി അസറ്റലീൻ പ്ലസ് മഗ്നീഷ്യം. ഇത് നമ്മുടെ ക്ലാസ് 12 കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അതായത് ഇപ്പോഴത്തെ നിലവിലെ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ആൽക്കൈൽ ഹാലൈഡും മഗ്നീഷ്യവും ഡ്രൈ ഈതറും കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ, മീൻസ് ഡ്രൈ ഈതർ മീൻസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി വാട്ടർ കണ്ടന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രൈ ഈതർ ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് മഗ്നീഷ്യമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. Which one of the following is an expected product of CH3MgBr plus CO2 upon hydrolysis? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മെത്തനോൾ, ഓപ്ഷൻ ബി അസറ്റിക് ആസിഡ്, ഓപ്ഷൻ സി പ്രൊപ്പനോയിക് ആസിഡ്, ഓപ്ഷൻ ഡി ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പോൾ നമുക്കിവിടെ അറിയാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് ഏതാണെന്നാണ്. ഇവിടെ CH3 ഒരു കാർബൺ ആറ്റം ഉണ്ട്, CO2 ഒരു കാർബൺ ആറ്റം ഉണ്ട്. 2 കാർബൺ ആറ്റം ആയിരിക്കണം ടോട്ടൽ പ്രോഡക്റ്റിൽ ഉണ്ടാവേണ്ടത്. നമ്മളിവിടെ ആൻസർ കൊടുത്തേക്കുന്ന ആൻസർ തെറ്റിപ്പോയതാണ്. നിങ്ങൾ കറക്റ്റ് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 13 കറക്റ്റ് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. Grignard reagent is not stored for long. ഒത്തിരി കാലത്തേക്ക് Grignard reagent സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ഇൻ ലൈറ്റ്. ഓപ്ഷൻ ബി ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ. ഓപ്ഷൻ സി ഇറ്റ് ഡീകമ്പോസസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓപ്ഷൻ ഡി ഇറ്റ് പോളിമറൈസസ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ. അതുകൊണ്ട് നമുക്ക് Grignard reagent കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രിപ്പറേഷൻ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം, അപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കണം. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ഏരിയ Grignard reagent. Question number 15. Grignard reagent acts as a option A weak base and weak nucleophile, option B strong base and strong nucleophile, option C weak acid and weak electrophile, ഓപ്ഷൻ ഡി സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ന്യൂക്ലിയോഫൈൽ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. Grignard reagentനെ നമുക്കൊരു സ്ട്രോങ് ബേസ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലായിട്ടും ആക്ട് ചെയ്യിക്കാൻ പറ്റും. Grignard reagent behaves as a strong nucleophile and base. ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലും സ്ട്രോങ് ബേസുമാണ്, റിയാക്ടിങ് വിത്ത് ഇലക്ട്രോഫൈൽസ് ലൈക്ക് കാർബണൈൽസ് ആൻഡ് ആസിഡ്സ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 8 Grignard reagent വരെയുള്ള ഏരിയാസ് ആണ് നമ്മളിവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 8 നിന്നുള്ള ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലെ ആ ഒരു ഫുൾ ഭാഗത്തുള്ള വൈറ്റമിൻസ് ഒഴികെയുള്ള ബാക്കിയുള്ള ഏരിയാസ് നമ്മൾ PYQ ചെയ്തിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോളിമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമർ എന്ന് പറയുന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമുക്ക് ഓഗസ്റ്റ് 6-ാം തീയതിയാണ് എക്സാമിനേഷൻ. കട്ടയ്ക്ക് മുന്നോട്ട്. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കോട്ടോ പ്ലീസ്.